നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന ശേഷവും രാജ്യത്തെ വിവിധ ഏജൻസികൾ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷി നേതാക്കളെ തേടി ഇറങ്ങുന്നത് തുടരുകയാണ്. ഏജൻസികളുടെ ദുരുപയോഗം ജനാധിപത്യ സ്വഭാവത്തിലുള്ള തെരഞ്ഞെടുപ്പിനെ തടസ്സപ്പെടുത്തുകയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു പ്രതിപക്ഷ കക്ഷികൾ. ആ പരാതി പരിഗണിച്ചുകൊണ്ട് ഏജൻസികളുടെ പ്രവർത്തനത്തിന് മാർഗരേഖ പുറപ്പെടുവിച്ചേക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്ന സംഗതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശക്തമായ ഇടപെടൽ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷനെ, നീതിപൂർവകമായ ഇലക്ഷനെ, എല്ലാവർക്കും തുല്യാവകാശങ്ങളുടെ ഇലക്ഷനെ സാധ്യമാക്കുമോ എന്നതാണ് ചോദ്യം. സമീപകാലത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളിൽ നിന്നുണ്ടായിട്ടുള്ള തീരുമാനങ്ങളെല്ലാം തന്നെ പക്ഷപാത സ്വഭാവമുള്ളതായിരുന്നു. സർക്കാരിന്റെ അതിരുവിട്ട ക്രിയകളെ ചോദ്യം ചെയ്യാനോ തിരുത്താനോ തടയാനോ നിയന്ത്രിക്കാനോ നടപടികളെടുക്കാനോ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞിട്ടില്ല. അവരതിന് തുനിഞ്ഞിട്ടില്ല, തയ്യാറായിട്ടില്ല എന്നാണ് നമ്മുടെ സമീപകാല യാഥാർത്ഥ്യം. അതിനപ്പുറം പോയിക്കൊണ്ട് മണി പവറിനും മസിൽ പവറിനും അധികാരത്തിനും ധന ഇടപാടുകൾക്കുമൊക്കെ നിയന്ത്രണം കൊണ്ടുവരാൻ നമ്മുടെ കമ്മീഷന് കഴിയുമോ? അതോ കഴിഞ്ഞ തവണത്തതുപോലെ നരേന്ദ്രമോദിയുടെ താല്പര്യത്തിന് ഒപ്പിച്ചുള്ള മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ പാലനമായിരിക്കുമോ ഇന്ത്യ കാണേണ്ടി വരിക? ഈ വിഷയം സംസാരിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ ഇന്ന് രാത്രി. ഈ ചർച്ചയിൽ അനിൽ ബോസ് കോൺഗ്രസ് നേതാവ്, പി കൃഷ്ണദാസ് BJP-യിൽ നിന്ന്, ഷൈബു മഠത്തിൽ ആം ആദ്മി പാർട്ടി നേതാവ്, അഡ്വക്കേറ്റ് ശ്രീറാം പറക്കടവ് അഭിഭാഷകൻ എന്നിവരാണ്. ആദ്യം ഷൈബു, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുക ഏജൻസികളുടെ പ്രവർത്തനത്തിൽ എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വന്നിട്ട് ഏജൻസികളുടെ അന്വേഷണത്തെ, അറസ്റ്റുകളെ, കസ്റ്റഡികളെ, ഇൻട്രോഗേഷനെ ഒക്കെ നിയന്ത്രിക്കാൻ പറ്റുമോ? നോക്കൂ നിഷാദ്, അത് ഇതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്നാമത്തത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇപ്പോൾ നിഷ്പക്ഷമായ ഒരു സംവിധാനമല്ല എന്നുള്ള ഒരു ധാരണ പൊതുവെ ഇന്ത്യക്കാർക്കുണ്ട്. ഒരു 20 വർഷം മുമ്പ് അല്ലെങ്കിൽ 25 വർഷം മുൻപ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായിരുന്നൊരു വിശ്വാസ്യത, ടി എൻ ശേഷന്റെ ഒക്കെ കാലത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉണ്ടായിരുന്നൊരു വിശ്വാസ്യത ഇന്ന് അതിനില്ല. ഇന്ന് സർക്കാരിന്റെ കീഴിൽ വരുന്ന ഒരു ബ്യൂറോക്രാറ്റിക് സംവിധാനം പോലെയാണ് ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ, അതുപോലെ പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും BJP നേതാക്കൾ വളരെ വർഗീയമായ പരാമർശങ്ങൾ നടത്തുകയും പിന്നെ മതചിഹ്നങ്ങളൊക്കെ ഉപയോഗിച്ച് വോട്ട് നേടുകയും ഒക്കെ ചെയ്തിട്ട് അതിനെതിരായ പരാതികൾ ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ വന്ന കാര്യത്തിൽ പ്രോപ്പറായിട്ടുള്ള ഒരു നടപടി എടുക്കാൻ, ഒരുപക്ഷെ ഒരു ശാസന, അതിനപ്പുറം ഗൗരവമുള്ള നടപടിയെടുത്ത് മറ്റുള്ളവർക്ക് കൂടി മാതൃകയാവുന്ന തരത്തിലൊരു നടപടിയെടുക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴും നിലവിലും ഇലക്ഷൻ കമ്മീഷന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റം വന്നിട്ടില്ല. നമുക്കറിയാമല്ലോ, സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടാവുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുക്കാൻ ഒരു സമിതി രൂപീകരിക്കുകയും ഒക്കെ ചെയ്തു. അതിനെ കൂടി അട്ടിമറിക്കുകയാണല്ലോ കേന്ദ്ര സർക്കാർ ചെയ്തത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് നമുക്ക് ദുരൂഹമായി എന്നൊക്കെ പറയാവുന്ന തരത്തിൽ പിന്നെ ഒരു കമ്മീഷണർ രാജിവെക്കുകയും ചെയ്തു. പുതിയ 2 കമ്മീഷണർമാർ അപ്പോയിന്റ് ചെയ്യപ്പെടുകയും ചെയ്തു. അവരൊക്കെ IAS ഉദ്യോഗസ്ഥന്മാരാണ്. IAS ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് സർക്കാരിനെ, അവരുടെ ഒരു കരിയർ ലൈഫ് ടൈം മുഴുവൻ സർക്കാരിനെ അനുസരിച്ച് സർക്കാരിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നടപ്പാക്കി വന്ന ഉദ്യോഗസ്ഥരാണ്. അവരൊരു സുപ്രഭാതത്തിൽ നിഷ്പക്ഷമായി മാറുമെന്നും സർക്കാരിന്റെ മേലെ സർക്കാരിന് അനിഷ്ടമുണ്ടാക്കുന്ന നടപടികൾ എടുക്കാൻ തയ്യാറാവുമെന്നൊന്നും നമുക്ക് ധരിക്കാൻ വയ്യ. പക്ഷേ എന്നിട്ട് പോലും മുൻപ് ചില ഉദ്യോഗസ്ഥർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഈ മോദി കാലത്ത് അത് ബുദ്ധിമുട്ടാണ്. പക്ഷെ എങ്കിലും ഈ പ്രശ്നം റൈസ് ചെയ്യപ്പെടേണ്ടതാണ്. ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ ഉൾപ്പെടെ സംഭവിച്ചിരിക്കുന്നത് PMLA ആക്ട് എന്ന് പറയുന്ന പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിന്റെ ഒരു ദുരുപയോഗമാണ്. ദുരുപയോഗം എന്ന് പറയുമ്പോൾ ഈ ആക്ട് ഒറിജിനലി രൂപപ്പെടുത്തിയത് രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഉപയോഗിക്കാനൊന്നുമല്ല. മറിച്ച് കള്ളപ്പണം, രാജ്യത്തിലേക്ക് ഒഴുകുന്ന കള്ളപ്പണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും വിധ്വംസക പ്രവർത്തനങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കുന്നതിനെ തടയാനായി ഈ കാര്യത്തിൽ നിരവധി ഇന്റർനാഷണൽ കൺവെൻഷനുകൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ ഫോളോ ചെയ്തിട്ടാണ് ഇന്ത്യയിൽ PMLA ആക്ട് ഉണ്ടായത്. അപ്പോ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഉപയോഗിക്കാനല്ല, മറിച്ച് ഗൗരവമുള്ള കുറ്റകൃത്യം ചെയ്യുന്ന, രാജ്യവിരുദ്ധ പ്രവർത്തനം ചെയ്യുന്നവർക്കെതിരെ ഉപയോഗിക്കാനുണ്ടാക്കിയ ആക്ടാണ്. അതുകൊണ്ട് തന്നെ ആ ആക്ടിൽ പിന്നെ അതിനനുസരിച്ചുള്ള തീവ്രവാദ വിരുദ്ധ നിയമങ്ങളിൽ പോലെയുള്ള വകുപ്പുകളുണ്ട്. ഷൈബു, എനിക്കത് മനസ്സിലാവുന്നതാണ്. ഒന്നാമത്തെ കാര്യം, അതായത് ഭീകരതയ്ക്ക് കള്ളപ്പണം ഉപയോഗിക്കപ്പെടുന്നു, അത് തടയാൻ ഉണ്ടാക്കിയിട്ടുള്ള ഇന്റർനാഷണൽ കൺവെൻഷന്റെ ഭാഗമായി നമ്മൾ ഉണ്ടാക്കിയ സംവിധാനം ആ ED പ്രവർത്തിക്കുന്നത് ഇപ്പോൾ അതിൽ ഫോക്കസ് ചെയ്തിട്ട് എല്ലാ രാഷ്ട്രീയക്കാരെ വേട്ടയാടുന്നതിലാണെന്നൊക്കെ ഓക്കെ. പക്ഷേ EDയുടെ FIR-കൾ, കേസുകൾ പലതവണ കോടതിയിൽ വന്നതാണ്. അന്ന് കോടതികൾ ഉന്നയിക്കാത്ത പ്രശ്നമാണ്. കോടതിയിൽ EDയുടെ അവകാശങ്ങളെക്കുറിച്ചും അധികാരത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ ഉണ്ടാവുകയും അതിലൊക്കെ തീർപ്പുണ്ടാവുകയും ചെയ്തതാണ്. സോ അവിടെ തീർപ്പായ ഒരു സംഗതി ഇലക്ഷൻ കമ്മീഷൻ എന്തെങ്കിലും സവിശേഷമായി ചെയ്യാനുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അതിൽ 2 കാര്യങ്ങൾ. ഇപ്പൊ BJP തന്നെ മറുവശത്ത് ഉയർത്തുന്ന വാദം, പിന്നെ അറസ്റ്റിന്റെ കാര്യം തീരുമാനിക്കേണ്ടത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ്. സാധാരണ എല്ലാ കേസുകളിലും എല്ലാ കോടതികളും
ഒക്കെ പറയുന്ന കാര്യം. അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ, ദ നീഡ് ഫോർ അറസ്റ്റ്, അത് ഇന്ത്യയിൽ പൊതുവെ ഡിബേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഇഷ്യൂ ആണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഏറ്റവും അധികം വിചാരണ തടവുകാരുള്ള ഒരു രാജ്യമാണ്. ഈവൻ നമ്മുടെ രാഷ്ട്രപതി പോലും അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ വിചാരണ തടവുകാരെ ഇന്ത്യൻ ജയിലുകളിൽ കഴിയുന്ന ആളുകൾ വലിയൊരു നമ്പർ ദളിതരാണ്, മുസ്ലിങ്ങളുണ്ട്, OBC വിഭാഗക്കാരാണ്. അപ്പോ സമൂഹത്തിൽ ഏറ്റവും അൺപ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾ ദീർഘകാലം 10 വർഷത്തിലധികം ഒക്കെ ഇന്ത്യൻ ജയിലുകളിൽ വിചാരണ തടവുകാരായി താമസിക്കുന്നവരുടെ എണ്ണം വിദേശ ഏജൻസികൾ ഇവിടെ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഒരു പഠനം ഇന്ത്യയിൽ നടന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പം ഇത് വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു വിഷയം. അപ്പം ഇത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ ഒരു പ്രിവിലേജ് ആണ്, അവരുടെ പ്രൊറോഗേറ്റീവ് ആണ്. അതുപോലെ റെയ്ഡ് നടത്തണോ വേണ്ടിയോ എന്നുള്ളത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ അല്ലെങ്കിൽ ആ ഓഫീസറുടെ പ്രൊറോഗേറ്റീവ് ആണ് എന്ന് പറഞ്ഞ് അത് പറയാം. അതിനകത്തൊരു ന്യായമുണ്ട്. CRPC അനുസരിച്ച് അങ്ങനെയാണ്, അതിനകത്തൊരു എക്സിക്യൂട്ടീവ് ഓർഡറിൽ പറ്റില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ നടക്കുന്നത്. ഇപ്പൊ നടക്കുന്നത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അല്ല ഇത് തീരുമാനിക്കുന്നത്, ഇതിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ട് എന്ന് തന്നെയാണ് ആം ആദ്മി പാർട്ടി ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പം ആ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ പ്രൊറോഗേറ്റീവിനെ മറികടന്ന് അതിനെ ഓവർ റൂൾ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സർക്കാരിന്റെ എക്സിക്യൂട്ടീവിന്റെ ഇടപെടൽ ഇതിലുണ്ടെങ്കിൽ ആ ഇടപെടലാണ് ഇലക്ഷൻ കമ്മീഷൻ തടയേണ്ടത്. അതിൽ ഇലക്ഷൻ കമ്മീഷന് ഒരു പരിധിവരെയെങ്കിലും പൂർണ്ണമായിട്ടൊന്നും ഈ 2 മാസത്തിനുള്ളിൽ ഈ പ്രശ്നം പരിഹരിക്കാമെന്നൊന്നും ഞങ്ങൾ വിചാരിക്കുന്നില്ല. പക്ഷേ ഇത് ജനങ്ങളുടെ ശ്രദ്ധയിൽ വരണം. ഇലക്ഷൻ കമ്മീഷൻ ഏറ്റവും ചുരുങ്ങിയത് ഒരു വളരെ വളരെ ലിമിറ്റഡ് ആയിട്ടെങ്കിലും ഉള്ള ഒരു പെരുമാറ്റച്ചട്ടം ഇക്കാര്യത്തിൽ ഉണ്ടാക്കണം. പ്രത്യേകിച്ച് റെയ്ഡുകളുടെ കാര്യത്തിൽ ഈ 2 മാസം ഇതുവരെ വന്ന വഴി നോക്കുകയാണെങ്കിൽ ഇനിയുള്ള 2 മാസം മുഴുവൻ റെയ്ഡുകളുടെ ഒരു കാലമായിരിക്കാനാണ് സാധ്യത. അപ്പം ഇലക്ഷൻ കമ്മീഷൻ തീർച്ചയായിട്ടും അതിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. കാരണം ഇലക്ഷൻ കമ്മീഷന് ഒരു തരത്തിൽ പറഞ്ഞാൽ പരിധിയില്ലാത്ത അധികാരങ്ങൾ ഭരണഘടന കൊടുത്തിട്ടുണ്ട്. അതൊരു സ്വതന്ത്രമായ ഭരണഘടനാ ഏജൻസിയാണ്. തീർച്ചയായും ഇലക്ഷൻ കമ്മീഷന് അങ്ങനെ ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ, നമ്മുടെ ഈ കാര്യത്തിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അത് സാധിക്കും എന്ന് തന്നെയാണ് പാർട്ടി വിചാരിക്കുന്നത്. അതേസമയം PMLA ആക്ടിന്റെ കാര്യം സുപ്രീം കോടതിയിലെ ഒരു ഭരണഘടനാ ബെഞ്ചിന്റെ മുന്നിൽ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. PMLA ആക്ടുമായി ബന്ധപ്പെട്ട വിഷയം വേറെ തന്നെ പരിഗണിക്കേണ്ടതാണ്. അതേസമയം ഇതിനകത്ത് ഈ ഇലക്ഷൻ കമ്മീഷന് ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയുന്ന കോൺഫിഡൻസ് ആണ് നിങ്ങൾക്കുള്ളത്. അഡ്വക്കേറ്റ് ശ്രീറാം പറക്കടവ്, നോക്കൂ, ഇതിനകത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശരിയാവണ്ണം പ്രവർത്തിച്ചാൽ ഇന്ത്യയിൽ ഇപ്പോൾ നിൽക്കുന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഈ ഇപ്പോഴത്തെ തർക്ക വിതർക്കങ്ങൾ അല്ലെങ്കിൽ അതിനകത്തൊരു തുല്യത പാലിക്കപ്പെടുന്നില്ല എന്ന പ്രശ്നം പരിഹരിക്കാൻ ഏജൻസികളുടെ ഉപയോഗം മൂലം പ്രതിപക്ഷത്തെ ഫ്രീസ് ചെയ്യുന്നു, മ്യൂട്ട് ചെയ്യുന്നു, അവരുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നു, പ്രധാനപ്പെട്ട നേതാക്കളെ പൂട്ടുന്നു, ഇതൊക്കെ പരിഹരിക്കാൻ കമ്മീഷന് കഴിയുമോ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ? ആദ്യത്തെ ഉത്തരം പറയുകയാണെങ്കിൽ കമ്മീഷന് അതിനുള്ള പവറുകളുണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭരണഘടനയുടെ 324 വകുപ്പ് അനുസരിച്ച് ഇലക്ഷൻ കമ്മീഷന് പൂർണ്ണമായ അധികാരങ്ങൾ ഇലക്ഷൻ കാലഘട്ടത്തിൽ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കാനായിട്ടും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാക്ക് വന്നിരിക്കുന്നത് 2019 ഇലക്ഷൻ കമ്മീഷന്റെ തന്നെ ഒരു സർക്കുലർ, ഒരു നോട്ടിഫിക്കേഷൻ അനുസരിച്ചിട്ട് ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാവണം എന്നുള്ളത് അനുസരിച്ചിട്ട് ഇലക്ഷൻ കമ്മീഷന് ഒരു തീരുമാനം എടുക്കാനായിട്ട് ഇന്ന് ഇന്ത്യ അലയൻസിന്റെ ഒരു കത്ത്, ആ കത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ജാനുവരി മുതൽ ഇന്ന് വരെയുള്ള 10 ഇൻസ്റ്റൻസസ് ആണ്. ഈ ഇൻസ്റ്റൻസസിലെല്ലാം തന്നെ അന്വേഷണ ഏജൻസികൾ തിടുക്കം കാണിക്കുകയും സാധാരണ രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ടതിനെക്കാട്ടിലും ആവേശം കാണിക്കുന്നതുണ്ട് എന്ന് കാണിക്കുകയും അതിലെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതിന്റെ മുകളിൽ ഒരു ഫാക്ട് ഫൈൻഡിങ് നടത്തുകയാണ് ഇലക്ഷൻ കമ്മീഷൻ എന്നുണ്ടെങ്കിൽ അവർ കൺസിഡർ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്കൊരു ഫാക്ട് ഫൈൻഡിങ് നടത്താനുള്ള പവറുണ്ട്. അവർ അങ്ങനെ ഒരു ഫാക്ട് ഫൈൻഡിങ് നടത്തുകയാണെങ്കിൽ അതിൽ തീർച്ചയായിട്ടും ഇടപെടേണ്ടതാണ്. ആ ഇടപെടാനുള്ള ബാധ്യതയും ഇലക്ഷൻ കമ്മീഷനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഫാക്ട് ഫൈൻഡിങ് നടക്കുമ്പോൾ അത് എങ്ങനെ നടക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ കുറച്ച് കാലമായിട്ട് ഇലക്ഷൻ കമ്മീഷന്റെയും പ്രവർത്തനങ്ങളിലുള്ള സംശയങ്ങൾ കാരണം അത് എത്രത്തോളം ഒരു നല്ല ഫാക്ട് ഫൈൻഡിങ് നടക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അങ്ങനെ ഒരു ഫാക്ട് ഫൈൻഡിങ്ങിലൂടെ ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസിന്റെ എല്ലാം ഇടപെടലുകളിൽ ഒരു അമിത ആവേശമുണ്ട് ഈ ഇലക്ഷൻ സമയത്ത് എതിർ പാർട്ടികളെ നിർത്താനായിട്ട്, അവരുടെ പ്രചരണത്തെ തടയാനായിട്ട്, ഭീഷണിയാക്കാനായിട്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഫാക്ട് ഫൈൻഡിങ് നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇടപെടേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല അഡ്വക്കേറ്റ് ശ്രീറാം, നോക്കൂ, ഇവിടെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിന് ശേഷം തുടങ്ങിയിട്ടുള്ള കേസുകളല്ല ഇവയിൽ പലതും. ആ കേസുകൾ ഇതിന് മുൻപേ എടുക്കപ്പെട്ടവയാണ്. അതിന് അന്വേഷണ നടപടികളുമായിട്ട് ഏജൻസികൾ മുന്നോട്ട് പോവുകയാണ്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിൽ അന്വേഷണ ഏജൻസികളുടെ നടപടിക്രമങ്ങൾക്ക് തടസ്സമൊന്നുമില്ല. സർക്കാരിൻ്റെ നടപടികൾക്കും മറ്റുമാണ് വിലക്കുകളും നിയന്ത്രണങ്ങളും ഉള്ളത്. ഒരു ഏജൻസി അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ തുടരുന്നു, അതിൻ്റെ ഭാഗമായിട്ടുള്ള കസ്റ്റഡികൾ, അറസ്റ്റുകൾ നടക്കുന്നു. അതിനകത്ത് എങ്ങനെയാണ് കമ്മീഷൻ ഇടപെടാൻ പറ്റുക?
ഇതാണ് ഇന്ത്യ അലയൻസ് കൊടുത്തിട്ടുള്ള ലെറ്ററിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കമ്മീഷന്റെ ഇടപാടുകളിൽ, അതായത് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും CBIയുടെയും ഇടപാടുകളിൽ ആവശ്യമില്ലാത്ത ഒരു അമിത തിടുക്കമുണ്ട് എന്ന് അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഫാക്ട് ഫൈൻഡിങ് അവർ നടത്തേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു തിടുക്കം ഉണ്ടായിട്ടുണ്ടോ, ഈ കേസുകളിലെല്ലാം ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത് അവരൊരു ഫാക്ട് ഫൈൻഡിങ് ആയിട്ട് കണ്ടുപിടിക്കേണ്ടതാണ്. അതിനെപ്പറ്റി ഇപ്പൊ ഇന്ന് എനിക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല. കാരണം ഇലക്ഷൻ കമ്മീഷന് ഒരു ഫാക്ട് ഫൈൻഡിങ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ആ ഫാക്ട് ഫൈൻഡിങ് ചെയ്തിട്ട് ജനാധിപത്യ രൂപത്തിലുള്ള ശരിയാവണ്ണമുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ ഈ പരിശോധന നടത്തേണ്ട ബാധ്യത കമ്മീഷനുണ്ട് എന്നാണ് അഡ്വക്കേറ്റ് അനിൽ ബോസ്. നോക്കൂ, കഴിഞ്ഞ ദിവസം 1 മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനത്തിൽ എങ്ങനെയാണ് ഞങ്ങൾ ഫ്രീ ആയിട്ടുള്ള ഒരു ഇലക്ഷൻ നടത്താൻ പോകുന്നത് എന്ന് കമ്മീഷൻ വിശദീകരിക്കുന്നുണ്ട്. ഞങ്ങൾ മസിൽ പവർ സമ്മതിക്കില്ല, മണി പവർ സമ്മതിക്കില്ല, ഫേക്ക് പ്രൊപ്പഗൻഡ ഞങ്ങൾ സമ്മതിക്കില്ല, ഒപ്പം പെരുമാറ്റച്ചട്ട ലംഘനം ഒരിക്കലും സമ്മതിക്കില്ല. 4 പ്രധാനപ്പെട്ട സംഗതികൾ ഊന്നിയായിരുന്നു ദീർഘമായ വാർത്താ സമ്മേളനം. ആ വാർത്താ സമ്മേളനം കഴിഞ്ഞപ്പോൾ മോദിക്കും അമിത്ഷായ്ക്കും എതിരെ നിരവധി പരാതിയുണ്ടല്ലോ. നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദ്യം ചോദിച്ചപ്പോൾ അതിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് കളഞ്ഞു കമ്മീഷൻ. അതിന് മറുപടി പറയാൻ അവർക്ക് ധൈര്യം ഉണ്ടായില്ല. ആ കമ്മീഷൻ നിങ്ങളെ സഹായിക്കുമെന്ന് തോന്നുന്നുണ്ടോ അനിൽ ബോസ്? അല്ല, നമ്മൾ ഇന്നു വരെയുള്ള അനുഭവത്തിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നും നിഷ്പക്ഷം നീതിപൂർവമായ ഒരു നടപടി വന്നിട്ടുള്ളതായി നമുക്ക് ബോധ്യപ്പെടാൻ കഴിയില്ല. എത്രയോ സന്ദർഭങ്ങളുണ്ടായി. രാജ്യം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു സന്ദർഭമാണ് അഹമ്മദ് പട്ടേലിൻ്റെ രാജ്യസഭയുമായി ബന്ധപ്പെട്ട. നിങ്ങൾക്കറിയാമല്ലോ, ഇലക്ഷൻ കമ്മീഷനെ പിൻ പോയിന്റിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ തള്ളുന്നതിനടക്കമുള്ള നടപടികൾ സ്വീകരിക്കുന്ന സാഹചര്യമുണ്ട്. അന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ നിയമവിദഗ്ധരായ കപിൽ സിബലും അന്ന് അഭിഷേക് സിംഗ് അടക്കമുള്ള ആളുകൾ, പി ചിദംബരം അടക്കമുള്ള നേതാക്കൾ അന്ന് ഇലക്ഷൻ കമ്മീഷനിൽ പാതിരാവിൽ പോയി ബഹളമുണ്ടാക്കി, പ്രശ്നമുണ്ടാക്കി, തർക്കമുണ്ടാക്കി, പോരാട്ടം നടത്തിയത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാ കാലത്തും BJP വന്നതിന് ശേഷം നടക്കുന്ന കാര്യങ്ങളൊന്നും നിഷ്പക്ഷമായിട്ടല്ല. ഇപ്പോഴും നിഷ്പക്ഷമാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു പരാതി നമ്മൾ കൊടുത്തു, ഇന്ത്യ സഖ്യത്തിൻ്റെ പരാതി ഉയരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാകുന്നു. ഇതൊരു പ്രഹസനമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. വളരെ കൃത്യമായ ഒരു ഇടപെടൽ നടത്താൻ കഴിയുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഇലക്ഷൻ കമ്മീഷന് മുൻപാകെ വന്നിട്ടുണ്ടല്ലോ. ആ സന്ദർഭങ്ങളിൽ ഒന്നും അതിന് തയ്യാറായിട്ടില്ല. ഇത് മാത്രമല്ല, നമുക്കിപ്പോൾ EVM മെഷീനെ സംബന്ധിച്ച് ഇപ്പം രാജ്യത്ത് നിലനിൽക്കുന്ന നിയമമാണ്. നാളെ രാവിലെ മുഴുവൻ EVM പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ അത് പ്രാവർത്തികമാകുമെന്നോ, അല്ലെങ്കിൽ EVM മാറ്റി ഇപ്പോൾ തന്നെ ബാലറ്റിലൂടെ തിരഞ്ഞെടുപ്പ് നടത്തണം എന്ന് പറഞ്ഞാൽ അത് നടക്കുമെന്നോ ഒന്നും ഞാൻ കരുതുന്ന ആളുമല്ല. കോൺഗ്രസും അങ്ങനെ കരുതുന്നില്ല. പക്ഷേ ഇതെല്ലാമായി ബന്ധപ്പെട്ട പോരാട്ടങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ തർക്കങ്ങൾ വരുമ്പോൾ, അതിൽ വളരെ ക്ലാരിറ്റിയോടുകൂടിയുള്ള നടപടികൾ സ്വീകരിക്കണ്ടേ? ആ നടപടികൾ സ്വീകരിക്കാനുള്ള ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷനില്ലേ? മാത്രമല്ല, ഇലക്ഷൻ്റെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ റിഫോർമേഷനുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലടക്കം വ്യവഹാരങ്ങൾ നടന്നിട്ടുണ്ടല്ലോ. ഈ ഗുജറാത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായ രജ്പുത്, നമ്മൾ ഇതിനു മുമ്പും പണ്ട് എപ്പോഴോ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ ഞാൻ തന്നെ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. കോൺഗ്രസ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി നൽകിയ കേസുണ്ട് സുപ്രീം കോടതിയിൽ. പിന്നെ EVMലേക്ക് ഉള്ള ഈ മാറ്റം അത് രാജ്യത്തെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നു, അതിൻ്റെ അകത്ത് കൃത്രിമം നടക്കുന്നു എന്ന് പറഞ്ഞ പോരാട്ടങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. കോടതിയിൽ ഇതുവരെ അതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് വരാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പം നമുക്കിപ്പോഴും സംശയത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിന് വിധേയമായി നമുക്ക് പോകാതിരിക്കാനും കഴിയില്ല. അതുകൊണ്ട് ഇന്നത്തെ ഇലക്ഷൻ കമ്മീഷൻ്റെ നടപടികൾ തെറ്റാണ് എന്ന് ബോധ്യമുണ്ടായിരിക്കെ, അവർ സുതാര്യമായി പ്രവർത്തിക്കുന്നില്ല എന്ന് ബോധ്യമുണ്ടായിരിക്കെ, സുതാര്യമായ പ്രവർത്തനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് അവരെ സമീപിക്കാനും കോടതിയെ സമീപിക്കാനും ഉള്ള അവസരങ്ങൾ ഉപയോഗിക്കുകയും ജനകീയ ബോധവൽക്കരണം എന്നുള്ള നിലയിൽ വലിയ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതല്ലാതെ ഏകപക്ഷീയമായ ഒരു ഭൂരിപക്ഷമുള്ള ഒരു ഗവൺമെൻറ് ഇത്തരം രാഷ്ട്രീയവുമായി മുന്നോട്ട് പോകുമ്പോൾ, എല്ലാ ഏജൻസികളെയും നോക്കുകൂത്തുകളാക്കി രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാൻ ശ്രമിക്കുമ്പോൾ നമുക്കെന്ത് ചെയ്യാനാണ് കഴിയുക? നിഷാദെ, ഇതൊരു തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിൽ ഏകപക്ഷീയമായ ഭൂരിപക്ഷം ഒരു പാർട്ടിക്കുണ്ടായിപ്പോയി. എന്ത് ചെയ്യാൻ കഴിയുമെന്ന ചോദ്യം അവിടെ ഉള്ളപ്പോൾ തന്നെ ആളുകൾക്ക് നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിനകത്ത് വിശ്വാസ്യത കുറവുണ്ടാവുന്നത് ഗുരുതരമായ സംഗതിയാണ്. അനിൽ ബോസ്, അല്ല ശ്രീ കൃഷ്ണദാസ്, അതൊരു മേജർ ഇഷ്യൂ ആണ്. ഈ രാജ്യം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത് ജനങ്ങൾ വിശ്വസിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ്. അട്ടിമറികളില്ലാതെ സുതാര്യമായി നീതിയുക്തമായി എല്ലാവർക്കും തുല്യാവസരമുള്ള തെരഞ്ഞെടുപ്പ് ഇവിടെ നടക്കുന്നു എന്നതുകൊണ്ടാണ് ഓരോ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ വരുമ്പോഴും എല്ലാ വിഭാഗങ്ങളും അതിനെ അംഗീകരിക്കുന്നത്. ഒരു അട്ടിമറി ആരോപണം ഇവിടെ വരുന്നില്ല. തെരഞ്ഞെടുപ്പ് വിജയ പ്രഖ്യാപനങ്ങൾക്ക് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള കലാപ കലുഷിത സാഹചര്യം മറ്റ് സമീപ രാജ്യങ്ങളിലെ പോലെ ഇവിടെ ഉണ്ടാവുന്നില്ല. കാരണം എന്താണ്? ഈ സിസ്റ്റത്തിൽ ആളുകൾക്ക് വിശ്വാസമാണ്. ആ വിശ്വാസത്തെയാണ് നിങ്ങൾ പൊളിക്കുന്നത്. ഇപ്പിതാ നിരന്തരമായ ആളുകൾ പ്രശ്നം ഉന്നയിക്കുന്നു, ഇത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ അല്ല, നിങ്ങൾക്ക് മാത്രം കളത്തിലുള്ള, നിങ്ങളുടെ കയ്യിൽ മാത്രം പണമുള്ള, നിങ്ങളുടെ കയ്യിൽ മാത്രം അധികാരമുള്ള, എല്ലാ സംവിധാനങ്ങളും നിങ്ങളുടെ കയ്യിലുള്ള, നിങ്ങൾ മാത്രം ഒറ്റയ്ക്ക് കളിക്കുന്ന കളിയാണിതെന്ന്.
അത് അപകടം പിടിച്ച കളിയല്ലേ ശ്രീ കൃഷ്ണദാസ്? കൃഷ്ണദാസ്, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? പ്രക്രിയയുമായി ബന്ധപ്പെട്ട് കേൾക്കാമോ? യെസ് പറയൂ. കേൾക്കാമോ നിഷാദ്? ഞാൻ കേൾക്കുന്നു പറയൂ ശ്രീ കൃഷ്ണദാസ്. നമുക്കൊരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ കേൾക്കാമോ? കേൾക്കാമോ നിഷാദ്? ഞാൻ കേൾക്കുന്നു ശ്രീ കൃഷ്ണദാസ്, താങ്കൾ പറഞ്ഞോളൂ. നമുക്കൊരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന നടപടിക്രമങ്ങളെ നമ്മൾക്കെതിരെ ഉണ്ടാകുന്ന ഒരു കേസ്, അല്ലെങ്കിൽ ഒരു വ്യക്തിക്കെതിരെ ഉണ്ടാകുന്ന ഒരു കേസ്, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വ്യക്തികൾക്കെതിരെ ഉണ്ടാകുന്ന കേസ്, അത് പ്രത്യേകിച്ച് അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ്, അങ്ങനെയുള്ള ഒരു കേസ് ഉണ്ടാകുമ്പോൾ ആ കേസിനെ കൂട്ടിയിണക്കിക്കൊണ്ട് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുഴുവൻ തെറ്റാണ് എന്ന് വരുത്തി തീർക്കാൻ നടക്കുന്ന ഹീനമായിട്ടുള്ള ശ്രമങ്ങളുണ്ടല്ലോ, ആ ഹീനമായിട്ടുള്ള ശ്രമങ്ങളെ ഈ ജനാധിപത്യ രാജ്യം കാണില്ല എന്നാണ് ധരിച്ചിരിക്കുന്നത്. നമുക്ക് എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട്, എന്തും പറയാനുള്ള അവകാശമുണ്ട്, നമുക്ക് ഭരണഘടനാപരമായ അവകാശമുണ്ട്, എന്തും സംസാരിക്കാം, ഏത് വിഷയവും ഉന്നയിക്കാം, ഏത് ഏജൻസിയുടെ മുൻപിൽ നമുക്ക് കാര്യങ്ങൾ പറയാം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമുക്ക് പരാതികൾ കൊടുക്കാം, അതൊക്കെ നമ്മുടെ ജനാധിപത്യ അവകാശത്തിന്റെ ഭാഗങ്ങളാണ്. പക്ഷേ അഴിമതി നടത്തി കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയെന്ന ആരോപണം നേരിടുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ അവരെ വെള്ളപൂശാൻ വേണ്ടി രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമായി സുഗമമായി നടത്താൻ വേണ്ടി പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ, അതിന്റെ നിഷ്പക്ഷതയെ, ആ ആളുകളുടെ അഴിമതി മൂടിവെക്കാനുള്ള ഒരു മാധ്യമമായി നിങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചാൽ അതിനോട് സഹതപിക്കുകയല്ലാതെ വേറൊന്നും ചെയ്യാനില്ല. എനിക്ക് ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധിയും കോൺഗ്രസിന്റെ പ്രതിനിധിയും പറയുന്നത് കേട്ടാൽ അവരെന്താ ഈ രാജ്യത്തെ ജനങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചിരിക്കുന്നു, സുതാര്യമായി നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നു, തെരഞ്ഞെടുപ്പ് നടക്കുന്നു, കാലാകാലങ്ങളെ അതേ പ്രക്രിയ തന്നെ തുറന്നുകൊണ്ടിരിക്കുന്നു. അതിലൊരു വ്യത്യാസവും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാളിതുവരെ ഒരു മില്ലിമീറ്റർ കാര്യത്തിൽ പോലും തെളിയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇവിടെ ആം ആദ്മി പാർട്ടിയുടെ രണ്ട് നേതാക്കന്മാർ ഈ പെരുമാറ്റച്ചട്ടം പോലും, ഈ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റിനെ മോദി കോഡ് ഓഫ് കോണ്ടക്ട് എന്ന് വിളിക്കേണ്ടി വന്നത് എപ്പോഴാണ്? മോദിയുടെ കാലത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവേചന സമീപനം കൊണ്ടാണ്. താങ്കൾക്ക് അറിയാത്തല്ലോ, കഴിഞ്ഞ 2019 ഇലക്ഷനിൽ 9 തവണ മോദിക്ക് അമിത്ഷായ്ക്കെതിരെ പരാതിയുണ്ട്. 9 തവണയും ക്ലീൻ ചിറ്റ് കൊടുത്തു. അതിൽ പ്രതിഷേധിച്ച് അശോക് ലവാസ എന്ന് പറയുന്ന കമ്മീഷന്മാരിൽ ഒരാൾ ഇറങ്ങിപ്പോവേണ്ടി വന്നില്ലേ? അയാളെ പിന്നെ വേട്ടയാടിയത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഈ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള വർഗീയ സ്വഭാവമുള്ള പ്രസംഗങ്ങൾ ഇത്തവണ നടത്തിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ. കോൺഗ്രസും DMKയും ഹിന്ദുക്കൾക്കെതിരാണെന്ന് പ്രധാനമന്ത്രി, ആദരണീയനായ പ്രധാനമന്ത്രി, കമ്മീഷന് കണ്ട മട്ടില്ല. ആറ്റിങ്ങലിലെ നിങ്ങളുടെ സ്ഥാനാർത്ഥി മോദി, ഒപ്പം ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥി മുരളീധരൻ, നടുക്ക് ഒരു ഹിന്ദു ദേവതയുടെ ചിത്രം. ഇതിനൊക്കെ നടപടി വേണ്ടേ? അത് ഇല്ലാതാവുകയും രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുടെ പൈസ ചലിപ്പിക്കാൻ പറ്റാതെ കർക്കശമാവുകയും ചെയ്യുന്ന സമയത്താണ് ഈ ഇലക്ഷൻ ഫ്രീ ആൻഡ് ഫെയർ അല്ല എന്ന് പറയേണ്ടി വരുന്നത്. നിഷാദ്, കോൺഗ്രസിന്റെ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം, അതായത് അവരുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ് താങ്കൾ സൂചിപ്പിച്ചതെങ്കിൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അവർ റിട്ടേൺ കൊടുക്കണം എന്നുള്ളത് രാജ്യത്തെ നിയമത്തിന്റെ ഭാഗമാണ്. അങ്ങനെ ഞങ്ങൾ റിട്ടേൺ കൊടുക്കില്ല, അതിന് ഞങ്ങൾ ബാധ്യസ്ഥരല്ല, ഞങ്ങൾ ഈ രാജ്യത്തെ നിയമം അനുസരിക്കില്ല, ഈ രാജ്യത്തെ നിയമം അനുസരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പറയുന്ന ആളുകൾ, റിട്ടേൺ കൊടുക്കാത്ത പാർട്ടി, ആ പാർട്ടിയുടെ ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾ ഈ തരത്തിലുള്ള വർത്തമാനം പറയുന്നതെങ്കിൽ എനിക്ക് നിങ്ങളോടും സഹതാപമേ ഉള്ളൂ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഞങ്ങൾ റിട്ടേൺ കൊടുക്കാത്ത ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് അടുത്ത ഫൈനാൻഷ്യൽ ഇയർ പ്രവർത്തിക്കാൻ സാധിക്കുക? വ്യക്തികൾക്ക് സാധിക്കുമോ? സ്ഥാപനങ്ങൾക്ക് സാധിക്കുമോ? രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കുമോ? അപ്പൊ രാജ്യത്തെ നിയമത്തെ വെല്ലുവിളിക്കാം, നിങ്ങൾക്ക് എന്തും ചെയ്യാം, അതിനൊന്നും ആരും തടസ്സമില്ല. പക്ഷെ അത് നിങ്ങൾക്കുള്ള അധികാരമാണ്, അവകാശമാണ് എന്ന് മാത്രം ധരിക്കരുത്. അനിൽ ബോസ് ഐടി റിട്ടേൺ ഫയൽ ചെയ്യാത്തതിന് നടപടി വന്നാൽ എന്ത് ചെയ്യും ഞങ്ങളെന്നാ ചോദ്യം. അതായത് ഒരു വ്യക്തിയായാലും സ്ഥാപനമായാലും രാഷ്ട്രീയ പാർട്ടി ആയാലും റിട്ടേൺ ഫയൽ ചെയ്യേണ്ട സമയത്ത് ഫയൽ ചെയ്യണമെന്ന BJP പ്രതിനിധിയുടെ നിലപാടിനോട് എനിക്ക് പൂർണ്ണമായി യോജിപ്പാണ്. ആ കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. പക്ഷേ എൻ്റെ ചോദ്യം, റിട്ടേൺ ഫയൽ ചെയ്യാത്ത വ്യക്തികൾ, സ്ഥാപനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ, അതിനെന്താ നടപടി?
അതിനുള്ള നടപടി എന്താ? ആ നടപടി അടയ്ക്കാത്ത റിട്ടേൺ എത്രയാണ് സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം അതിൻ്റെ പെർസെൻറ്റേജ് നിശ്ചയിച്ച് അതിൻ്റെ ഫൈനോട് കൂടി അടയ്ക്കണം. അങ്ങനെ ഫൈനോട് കൂടി അടയ്ക്കണം എന്ന നോട്ടീസ് കൊടുത്തോ? കൊടുത്തെങ്കിൽ എത്ര രൂപയ്ക്കാണ് കൊടുത്തത്? ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ 100 കോടി രൂപ വരുമാനമുള്ള ഒരാൾ അവരുടെ ചിലവും കഴിഞ്ഞ് ബാലൻസ് വരുന്ന തുകയുടെ ടാക്സ് അത് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം നമ്മൾ പണം അടയ്ക്കുന്നു. അങ്ങനെ പണം അടയ്ക്കേണ്ട സ്ഥലത്ത് നമുക്ക് 15 ലക്ഷം രൂപയുടെ ടാക്സ് അടച്ചിട്ടില്ല എങ്കിൽ 100 കോടി ഫ്രീസ് ചെയ്യുന്ന നിയമം എന്നാണ് നമ്മുടെ ഈ രാജ്യത്ത്. എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്കൊന്ന് പറഞ്ഞു താ നിഷാദേ. ഞാൻ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഒരാളാണ്. ഡിലേയും വന്നിട്ടുണ്ട്. ഫൈനോട് കൂടി അടയ്ക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ഉടനെ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ 10,000 ഈ വർഷത്തെ വരുമാനത്തിൻ്റെ ടാക്സ് അടച്ചില്ല എന്ന് പറഞ്ഞ് നാളത്തെ മുഴുവൻ നമ്മുടെ അക്കൗണ്ട് അങ്ങ് ഫ്രീസ് ചെയ്യണം. അതൊരു പുതിയ അറിവാണല്ലോ. കേരളത്തിലെ ഇന്ത്യയിലെ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും അക്കൗണ്ടുകൾ അങ്ങനെ ഫ്രീസ് ചെയ്യാൻ തുടങ്ങിയാൽ ഈ രാജ്യം എവിടെ ചെന്ന് നിൽക്കും? അങ്ങനെ ഫ്രീസ് ചെയ്യുമോ? അങ്ങനെ ഫ്രീസ് ചെയ്യുന്നതിൻ്റെ ഏത് ഇത് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ പർപ്പസ്ഫുള്ളായി ഞങ്ങളുടെ കോടിക്കണക്കിന് രൂപ ഫ്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 14 കോടി രൂപയുടെ റിട്ടേൺ ഫയൽ ചെയ്തതിനുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിക്കേഷൻ എറർ ഉണ്ടെങ്കിൽ അത് ടൈംലി പാലിച്ചിട്ടില്ലെങ്കിൽ അതിന് നിങ്ങൾ ശിക്ഷാവിധി നിശ്ചയിക്കുക. അതിൻ്റെ ഫൈൻ എത്രയാണെന്ന് വെച്ചാൽ അടയ്ക്കുക. അതല്ലേ ചെയ്യുന്നത്. അതിന് പകരം ഞങ്ങളുടെ 250 കോടി രൂപ അക്കൗണ്ടിൽ കിടക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ആ കിടക്കുന്ന മുഴുവൻ തുകകളും നിങ്ങൾ ഫ്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് ബാധ്യതപ്പെട്ട നമ്മുടെ ഭാഗത്ത് വീഴ്ചയുണ്ട്, സമ്മതിക്കുന്നു. എന്നത്തെ വീഴ്ച? കഴിഞ്ഞ വർഷത്തെ വീഴ്ചയാണോ? അല്ലെ 2 വർഷം മുമ്പുള്ള വീഴ്ചയാണോ? 5 വർഷം മുമ്പുള്ള വീഴ്ചയാണോ? 10 വർഷം മുമ്പുള്ള വീഴ്ചയാണോ? അപ്പോൾ അതിന് മുമ്പുള്ളൊരു വീഴ്ച ചൂണ്ടിക്കാണിച്ച് അതിന് നിയമപരമായി നോട്ടീസ് കൊടുക്കാം. എനിക്ക് നോട്ടീസ് കിട്ടിയിട്ടുണ്ട് ഇൻകം ടാക്സ് എന്ന്. ആ നോട്ടീസ് കിട്ടുമ്പോൾ ആ ഇൻകം ടാക്സിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിൻ്റെ ഫൈൻ അടച്ചാൽ നമുക്ക് അതിന് എക്സംഷൻ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ പെറ്റീഷൻ ഫയൽ ചെയ്യും, അതിൻ്റെ കണക്കുകൾ സമർപ്പിക്കും, അതിൻ്റെ ഫൈൻ അടയ്ക്കേണ്ടി വന്നാൽ അടയ്ക്കും. അതല്ലേ അതിൻ്റെ നടപടിക്രമം. അതിന് പകരം ആ അക്കൗണ്ടിലുള്ള ബാക്കി മുഴുവൻ തുക വിനിയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന പൊളിറ്റിക്സ് എന്താ? അതിനെ കൃത്യമായ ദുരുപയോഗം എന്നല്ല നമ്മൾ എന്താ പറയേണ്ട നിഷാദെ? കൃഷ്ണദാസന്റെ മറുപടി. ഒന്നാമത്തെ കാര്യം, ഈ നിയമം പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെയുള്ളതെല്ലാം എല്ലാത്തിനോടും ഉള്ളത് ഒരേ സമീപനമാണ് എന്നൊക്കെ പറഞ്ഞാൽ ഒട്ടും ഡൈജസ്റ്റിംഗ് അല്ല. അത് തൊണ്ട തുറക്കാൻ വിഴുങ്ങാതെ പറ്റുന്ന കാര്യമല്ല. ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കഥ എടുത്താൽ മാത്രം, അതായത് റെയ്ഡ് നേരിട്ട 10-40 കമ്പനികൾ കൂടി കൊടുത്തത് സർക്കാരിൻ്റെ പാർട്ടിയായ BJPക്ക് എന്നത് 1600 സംതിങ് കോടിയാണ്. 34 കടലാസ് കമ്പനികൾ കൂടി തന്നിട്ടുള്ള പൈസ എന്ന് പറയുന്നത് 143 കോടി. എന്ന് വെച്ചാൽ അത് കള്ളപ്പണമാണെന്ന് സാധാരണ നിലയ്ക്ക് വിശ്വസിക്കണം. വ്യാജ മരുന്നും ഗുണനിലവാരമില്ലാത്ത മരുന്നും ഉണ്ടാക്കിയ കമ്പനികൾ കേസ് ഒതുക്കാനായിട്ട് സർക്കാരിന് കൊടുത്തത് 225 കോടിയാണ് എന്ന് പറയുന്നു ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന സംഘടന. ഇതൊന്നും നിഷേധിക്കപ്പെട്ടിട്ടില്ല. ഈ ചൂണ്ടിക്കാണിച്ച കമ്പനികൾക്കെതിരെ പിന്നെ ഒരു അന്വേഷണവുമില്ല. അപ്പോൾ നിയമം പാലിക്കാത്തവരെ, തെറ്റ് ചെയ്യുന്നവരെ ഞങ്ങളങ്ങോട്ട് പൂട്ടിക്കളയും എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി കാശ് തന്നതിന് ശേഷം അന്വേഷണമേ നിലച്ചുപോയ കമ്പനികളുടെ പട്ടിക ഈ ചർച്ചയിൽ ഞാൻ വെക്കാം. ഒരു കള്ളം പലതവണ ആവർത്തിച്ചാൽ അത് സത്യമാകുമെന്നാണ് നിങ്ങൾ വിചാരിച്ചതെങ്കിൽ അങ്ങനെ സത്യമാവില്ല. കള്ളം കള്ളമായി തന്നെ നിൽക്കും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, നിങ്ങൾ വിചാരിക്കുന്നത് ഒരേ കാര്യം തന്നെ പല നമ്മൾ എത്രയോ ദിവസമായി വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. അതിനൊക്കെ എന്തെങ്കിലും ഒരു സാങ്കത്യം വേണ്ടി. ഇപ്പൊ ഉദാഹരണത്തിന് ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി പറയാണ്, ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. എന്തിന്റെ കാര്യത്തിൽ? കെജ്രിവാൾ അടക്കമുള്ള ആളുകളെ 100 കോടി രൂപയുടെ അഴിമതി നടത്തിയെന്നുള്ള ആരോപണത്തിന്റെ പേരിൽ ജയിലിൽ കിടക്കുന്ന മനീഷ് സിസോദിയയും കെജ്രിവാളും അടക്കമുള്ള നേതാക്കന്മാർ, ആളുകൾ എന്ന് പറയുന്ന ആളുകൾ അവരെല്ലാം വിശുദ്ധ പശുക്കളാണ് എന്ന് പറയുന്ന നിലപാട് സ്വീകരിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നിങ്ങൾ എവിടെയാണ് ഈ ജനാധിപത്യ പ്രക്രിയയിൽ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ ധൈര്യം കിട്ടുന്നത്? ഈ ജനാധിപത്യത്തിൽ ജനങ്ങളെ ഇത്രയേറെ പുച്ഛിക്കാൻ നിങ്ങൾക്ക് എവിടെ നിന്നാണ് അധികാരം കിട്ടുന്നത്? ആരാണ് നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിക്കുന്നത്? അരബിന്ദോ ഫാർമയുടെ ശരത്ചന്ദ്ര റെഡ്ഡി നിങ്ങൾക്ക് 5 കോടി തന്നതിന് ശേഷം അതേ കേസിൽ മാപ്പുസാക്ഷിയായി മാറിയത് ആ രേഖ ഈ നാടിന്റെ മുമ്പിലുള്ളപ്പോഴല്ലേ നിങ്ങൾ മദ്യനയ കേസിൽ ഞങ്ങളിതാ അഴിമതിക്കെതിരെ പടപൊരുത്തുന്നു എന്ന് പറയുന്നത്? ഏറ്റവും കൂടുതൽ പൈസ തന്ന മേഘ എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനിക്കെതിരെ CIAG റിപ്പോർട്ടുണ്ട്. എന്തെല്ലാം ഗുരുതരമായ ക്രമക്കേടുണ്ട്. അവർക്ക് ആ ലക്ഷോപലക്ഷങ്ങളുടെ കരാർ കിട്ടിയിരിക്കുന്നത്. അവർക്കെതിരെയാണ് ഒരു നടപടിയും ഉണ്ടാവാത്തത്. വേദാന്ത എന്തെല്ലാം ഗുരുതരമായ പരിസ്ഥിതി നിയമലംഘനങ്ങളുടെ പേരിൽ പിടിക്കപ്പെട്ട കമ്പനിയാണ്. കാശ് തന്നു, ഒരന്വേഷണവും ഒരു പ്രശ്നവും ഇല്ല. നമ്മുടെ മുമ്പിലുള്ള തെളിവുകൾ, വിവരങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതേ മദ്യനയ കേസിൽ അരബിന്ദോ ഫാർമ, ശരത്ചന്ദ്ര റെഡ്ഡി, താങ്കൾ അതിനോട് മറുപടി പറയൂ. നിഷാദെ,
നിഷാദിനോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഞാനൊന്ന് പറയട്ടെ. നിഷാദ് ഒരു ഭാഗം പറയുമ്പോൾ ആ സ്ഥാപനങ്ങൾക്കെതിരെ ED അടക്കമുള്ള IT ഡിപ്പാർട്ട്മെന്റ് അടക്കം എടുത്തുകൊണ്ടിരിക്കുന്ന നടപടികളെ കുറിച്ച് കൂടി അങ്ങ് സൂചിപ്പിക്കാത്തത് എന്താ? അങ്ങ് ഈ പറയുന്ന എല്ലാ കമ്പനികൾക്കെതിരെയും ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവർ കൊടുത്തിട്ടുള്ള അവർ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ ക്രമക്കേടുണ്ടെങ്കിൽ, ഇനി ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്ന സമയത്ത് ഫണ്ട് ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം നടപടി എല്ലാ കാര്യത്തിലും അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ചില കാര്യങ്ങളിൽ അന്വേഷണം നടക്കുന്നില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കേണ്ട. എല്ലാ കാര്യങ്ങളിലും അന്വേഷണം നടക്കുന്നുണ്ട്, അതിന്റെ നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ആം ആദ്മിയുടെ മുഖ്യമന്ത്രി എങ്ങനെയാണ് ജയിലിൽ പോകുന്നത്? ആം ആദ്മിയുടെ ഉപമുഖ്യമന്ത്രി എത്ര നാളായിട്ട് ജയിലിൽ കിടക്കുകയാണ്? എന്താ അദ്ദേഹം ജയിലിൽ കിടക്കാനുള്ള കാരണം? ആ ജയിലിൽ കിടക്കാനുള്ള കാരണം പറയുന്നതിന് പകരം നിങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടിട്ട് ആരെ എതിര് നിൽക്കുന്നത്? നിങ്ങൾ കോടതിയിൽ പോയല്ലോ. ഉപമുഖ്യമന്ത്രി ജയിലിൽ കിടക്കാതിരിക്കട്ടെ. എത്ര തവണ കോടതിയെ സമീപിച്ചു? എത്ര തവണ സുപ്രീം കോടതിയെ സമീപിച്ചു? എത്ര തവണ ജില്ലാ കോടതിയെ സമീപിച്ചു? ഇനി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് 11 തവണയാണ് നോട്ടീസ് കൊടുത്തത്. കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ ഒരു അന്വേഷണ ഏജൻസിക്ക് മുമ്പ് അദ്ദേഹം ഹാജരായില്ല. ഹൈക്കോടതിയെ സമീപിച്ചു, സുപ്രീം കോടതിയെ സമീപിച്ചു, ജില്ലാ കോടതിയെ സമീപിച്ചു. ജാമ്യം കിട്ടിയോ? മുൻകൂർ ജാമ്യം കിട്ടിയോ? അപ്പൊ നിങ്ങൾക്ക് ലഭിക്കാത്ത നിയമപരമായിട്ടുള്ള അവകാശം ലഭിക്കാനുണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ പോയതിനു ശേഷം അതിൽ പരാജയപ്പെട്ടതിന് ശേഷം സ്വാഭാവികമായും 3 മാസത്തിലധികം കാത്തുനിന്ന ഒരു അന്വേഷണ ഏജൻസി വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു. അപ്പോഴും പോകുന്നില്ല. അപ്പൊ എത്ര ധാർഷ്ട്യത്തോട് ഒരു ജനാധിപത്യത്തിൽ മുഖ്യമന്ത്രിയുടെ ചുമതല വഹിക്കുന്ന ഒരാൾ ഈ രാജ്യത്തെ നിയമത്തെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് സ്വന്തം കസേരയിൽ ഇരുന്ന് ജയിലിൽ കിടന്നുകൊണ്ട് താൻ ഭരിക്കും എന്ന് പറയുന്ന ധാർഷ്ട്യമുണ്ടല്ലോ, ധിക്കാരം. ആ ധിക്കാരം ഈ രാജ്യത്ത് ജനങ്ങൾ കാണുന്നില്ല എന്നാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? എന്നിട്ട് ഞങ്ങൾക്കെതിരെ 2 വാചകം പറഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? അതൊക്കെ ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ജയിലിൽ കിടന്നുകൊണ്ട് നിങ്ങൾ ഭരിച്ചോളൂ, ആരും നിങ്ങളെ എതിർക്കാൻ വരുന്നില്ല. നിങ്ങൾക്ക് എന്ത് നടത്താം, എന്ത് അഴിമതിയും നടത്താം, ഏത് ധിക്കാരവും ചെയ്യാം, ഏത് അധികാരവും ജനങ്ങളുടെ മേൽ പ്രയോഗിക്കാം. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ആ അധികാരങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചോളൂ. പക്ഷേ അതിന്റെ പുറത്ത് BJPയുടെ പുറത്ത് കുതിര കയറാമെന്നാണ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അത് നടപ്പാക്കുന്ന കാര്യമല്ല. ജനാധിപത്യപരമായ അന്വേഷണ ഏജൻസികൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളും നിയമപരമായി നടക്കുന്ന പ്രവർത്തനങ്ങളും അത് അതിന്റെ വഴിക്ക് തന്നെ പോകും. IT റിട്ടേൺ കൊടുക്കാത്ത കോൺഗ്രസ്സുകാരന് എവിടെ നിന്നാണ് വർത്തമാനം പറയാനുള്ള അവകാശം കിട്ടുന്നത്? നിങ്ങൾ ഏത് കാലത്തെ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്? IT റിട്ടേൺ കൊടുക്കാതെ കഥ പറയുമ്പോൾ അദ്ദേഹം ഫൈൻ അടച്ച് തീർക്കാനുള്ള പെർമിഷൻ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന ചോദ്യം ചോദിക്കുന്നത് മാത്രമല്ല, എന്തുകൊണ്ട് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ മാത്രം തെരഞ്ഞെടുത്ത് നിയമം നടപ്പിലാക്കാനുള്ള ആവേശം കാണിക്കുന്നു എന്നത് കൂടിയാണ്. ശ്രീ ഷൈബു മഠത്തിൽ നിങ്ങൾ എത്ര ബഹളം വെച്ചാലും ശ്രീ ഷൈബു മഠത്തിൽ നിങ്ങൾ എത്ര ബഹളം വെച്ചാലും ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും അഴിമതിക്കാരാണ് എന്ന് ഈ നാട്ടിലെ മനുഷ്യരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാം എന്ന കോൺഫിഡൻസ് BJPക്ക് ഉണ്ട്. നോക്കൂ നിഷാദ്, ആ കോൺഫിഡൻസ് BJPക്ക് ഇല്ല. BJP പ്രചരണത്തിൽ, പ്രോപ്പഗാൻഡയിൽ വളരെ മുമ്പിലുള്ള ഒരു പാർട്ടിയാണ്. നോയിഡയിലെ സകല ചാനലുകളും BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. BJP സപ്പോർട്ടേഴ്സിന്റെ നിക്ഷേപമുള്ള ചാനലുകളാണ് ഭൂരിപക്ഷം നോയിഡ ചാനലുകളും. പക്ഷെ അതുകൊണ്ട് മാത്രം അവർക്ക് അക്കാര്യത്തിൽ കോൺഫിഡൻസ് ഇല്ല. അതിൽ ഒന്നാമത്തെ കാര്യം, ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ അരവിന്ദ് കെജ്രിവാൾ ഒരു ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു. അത് CBI ആണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. CBI അന്വേഷിക്കുന്നത് അഴിമതി നിരോധന നിയമപ്രകാരമാണ്. അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷണം നടത്താൻ EDക്ക് അധികാരമില്ല. ED അന്വേഷിക്കുന്നത് PMLA ആക്ട് അനുസരിച്ചാണ്. എന്തുകൊണ്ടാണ് CBI അവരുടെ കേസ് അന്വേഷണം തുടരാതിരുന്നത്, പിന്നീട് കെജ്രിവാളിനെ ചോദ്യം ചെയ്യുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യാതിരുന്നത്? അതിന് കാരണം പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് കേസെടുക്കണമെങ്കിൽ ഇവിടെ വിവിധ സുപ്രീം കോടതി, ഹൈക്കോടതി വിധികളിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്തൊരു മാനദണ്ഡമുണ്ട്. അത് നിയമത്തിൽ തന്നെ ഉള്ളതാണ്. ഒന്ന്, അധികാരത്തിലിരിക്കുന്ന ഒരാൾ തന്റെ അധികാരം ഉപയോഗിച്ച് ഇതിലെ കക്ഷിക്ക് എന്തെങ്കിലും സേവനം ചെയ്തു കൊടുത്തതായി തെളിയിക്കണം. അങ്ങനെ ഒരു തെളിവ് ഇക്കാര്യത്തിലില്ല. ഇക്കാര്യത്തിൽ അരവിന്ദ് കെജ്രിവാൾ ആർക്കും ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതിന് ഈ കേസിൽ പ്രതിയായ ആൾ ഈ പറയുന്ന ആളിൽ നിന്ന് പണം വാങ്ങിച്ചിട്ടുണ്ടാവണം, ഒരു കിക്ക് ബാക്ക് വാങ്ങിച്ചിട്ടുണ്ടാവണം. ഈ 2 വകുപ്പുകൾ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ സെക്ഷനുകളിൽ ഉള്ളതാണ്. ഇത് പലതവണ ആവർത്തിച്ചുറപ്പിച്ചിട്ടുള്ളതാണ് ഇന്ത്യയിലെ കേരള ഹൈക്കോടതി ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ ഹൈക്കോടതികളും സുപ്രീം കോടതി. അതുകൊണ്ട് തന്നെ ഈ 2 കാര്യത്തിന് തെളിവില്ലാതെ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. അപ്പോഴെന്താ ചെയ്തേ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തീവ്രവാദത്തിനെതിരെ പൊരുതാൻ, വിധ്വംസ പ്രവർത്തനങ്ങൾക്കെതിരെ പൊരുതാൻ ഉണ്ടാക്കിയ PMLA ആക്ട് കൊണ്ടുവന്ന് പ്രയോഗിക്കുന്നു. ആ ആക്ട് അനുസരിച്ചാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ആ ആക്ടിന്റെ പ്രത്യേകത എന്താ? ആ ആക്ടിന്റെ പ്രത്യേകത ബർഡൻ മേലെയാണ്. അതായത് അറസ്റ്റ് ചെയ്യാൻ തെളിവ് വേണ്ട, കോടതിയിൽ ഹാജരാക്കാൻ കോടതിയിൽ ഡോക്യുമെന്ററി എവിഡൻസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. മറിച്ച് ആകെ വന്നിട്ടുള്ളത് അരവിന്ദ് കെജ്രിവാളിനെതിരെ ഒരു വ്യക്തിയുടെ മൊഴിയാണ്.
ഇനി ഞാൻ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച കാര്യത്തിൽ BJP പ്രതിനിധിയോട് ചോദ്യം ചോദിക്കാനുണ്ട്. അതായത് ഒരു വ്യക്തി കേസിൽ പ്രതിയാവുന്നു, ഇതേ കേസിൽ ഒരു വ്യക്തി പ്രതിയാവുന്നു, അതിനുശേഷം ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് 60 കോടി രൂപ വാങ്ങിക്കുന്നു. ശരത് ചന്ദ്ര റെഡ്ഡി എന്ന വ്യക്തിയുടെ 3 കമ്പനികളിൽ നിന്ന്, അരബിന്ദോ ഫാർമ മാത്രമല്ല ആ ഗ്രൂപ്പിന് കീഴിൽ വേറെ 2 കമ്പനികളെയും കൂടെ ആകെ 60 കോടി രൂപ മേടിക്കുന്നു. ഇതിന് രേഖാമൂലം തെളിവുണ്ട്, ഇത് ഇലക്ട്രൽ ബോണ്ടിലുള്ളതാണ്. 60 കോടി രൂപ വാങ്ങിച്ച ശേഷം ഈ വ്യക്തിയെ മാപ്പുസാക്ഷിയാക്കുന്നു, ആ വ്യക്തിയെ വിട്ടയക്കുന്നു, ജാമ്യം കൊടുക്കുന്നു. ഇതൊരു ക്രൈം അല്ലേ? ഇത് വ്യക്തമായ അഴിമതിയല്ലേ? എന്റെ ചോദ്യം, 60 കോടി രൂപ ആരാ വാങ്ങിച്ചേ? അത് BJP വാങ്ങിച്ച BJP പ്രസിഡന്റ് നഡ്ഡയാണോ? ആണെങ്കിൽ അദ്ദേഹത്തിനെതിരെ എന്തുകൊണ്ട് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് കേസെടുക്കുന്നില്ല? അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ആരാണ് ഇദ്ദേഹത്തെ മാപ്പുസാക്ഷിയാക്കാൻ തീരുമാനിച്ചത്? അവിടെ ഒരു അഴിമതി നടന്നിട്ടില്ലേ? പ്രതിയിൽ നിന്ന് പണം വാങ്ങി പ്രതിയെ പ്രതിസ്ഥാനത്തു നിന്ന് മാറ്റി മാപ്പുസാക്ഷിയാക്കുന്നു. കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചല്ലേ മജിസ്ട്രേറ്റ് തീരുമാനിക്കുക? ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അല്ലേ? പണം വാങ്ങിച്ചത് BJP അല്ലേ? അപ്പോ ഈ കാര്യത്തിൽ BJP ഒരു ക്രൈം നടത്തി എന്നുള്ളത് ഉറപ്പാണ്, ഒന്നാമത്തെ കാര്യം. 2, നേരത്തെ ഈ കേസ് ഡെവലപ്പ് ചെയ്ത് വന്ന വഴി താങ്കൾക്കറിയാം, കവിതയെ അറസ്റ്റ് ചെയ്തതിന്റെ തുടർന്ന് ഉടനെ തന്നെയാണ് പിന്നെ കേജ്രിവാളിലേക്ക് എത്തുന്നത്. കവിതയെ അറസ്റ്റ് ചെയ്തത് എന്തിന്റെ ബേസിസിലാ? പിന്നെ ഇവരുടെ രാഘവ റെഡ്ഡി എന്ന് പറയുന്ന ഒരു നേതാവുണ്ട്, അദ്ദേഹം ഈ കേസിലെ പ്രതിയായിരുന്നു, ഞാൻ മനസ്സിലാക്കുന്ന 1ാം പ്രതിയായിരുന്നു. ആ വ്യക്തിയെ ചോദ്യം ചെയ്ത് പ്രതിയായിരുന്നു. അദ്ദേഹത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കവിതയിലേക്ക് എത്തുന്നത്, അറസ്റ്റ് ചെയ്യുന്നതും പിന്നീട് കേജ്രിവാളിലേക്ക് എത്തുന്നതും. ഈ പറയുന്ന റെഡ്ഡി ഇപ്പോൾ NDAയുടെ സ്ഥാനാർത്ഥി ആവാൻ പോകുന്നു എന്ന് വാർത്ത വരുന്നു ആന്ധ്രയിൽ. ഇത് ഈ വാർത്ത ശരിയാണോ? അപ്പോ BJPയുടെ ഒരു നെക്സസ്, BJPയുമായി പൊളിറ്റിക്കൽ ബന്ധമുള്ളവരും BJP പണം വാങ്ങിച്ചിട്ടുള്ളവരുമായ ആളുകളും ചേർന്ന് അരവിന്ദ് കെജ്രിവാളിനെതിരെ ഒരു ഗൂഢാലോചന നടത്തിയിരിക്കുക. കേജ്രിവാളിനെ ഇലക്ഷൻ സമയത്ത് കസ്റ്റഡിയിലിടുക, കേജ്രിവാൾ ഇലക്ഷൻ സമയത്ത് പ്രചരണ രംഗത്ത് ഉണ്ടാവാൻ പാടില്ല, അത് BJP കേജ്രിവാളിനെ ഭയപ്പെടുന്നു. ഈ കാര്യം വളരെ ക്ലിയർ ആണ്. ഈ കാര്യത്തിലാണ് സത്യത്തിൽ ഈ ഗൂഢാലോചനയെ കുറിച്ചാണ് അന്വേഷണം നടത്തുന്നത്. കേജ്രിവാളിനെ കൊടുക്കാൻ BJP നടത്തിയ ഗൂഢാലോചന വളരെ വളരെ ക്ലിയർ ആയി. ഈ ദിവസങ്ങളിൽ, ഈ വരുന്ന ദിവസങ്ങളിൽ അത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. മറ്റൊരു കാര്യം, പിന്നെ ഈ കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ ഇടപെടലിനുള്ള സാധ്യതയാണ്. ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്വം എന്താണ്? ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്വം ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ഈ രാജ്യത്ത്, ഇന്ത്യ എന്ന് പറയുന്ന വളരെ വലിയൊരു രാജ്യമാണ്. ഇത്രയും വലിയൊരു രാജ്യത്ത് ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്തുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി ഇത്രയും കാലം, സ്വാതന്ത്ര്യം കിട്ടി 70 വർഷക്കാലം വലിയ പരാതികൾ കിടനൽകാതെ ഇലക്ഷൻ കമ്മീഷൻ നിർവഹിച്ചു പോന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ വലിയ പരാതികൾ ഉണ്ടായിരിക്കുന്നു, ജനങ്ങൾക്ക് വിശ്വാസം കുറവ് വരുന്നു. അതിൽ ഭരണഘടനാപരമായി ഇലക്ഷൻ കമ്മീഷന് സമാനതകളില്ലാത്ത അധികാരം കൊടുത്തിട്ടുണ്ട്, പരിധികളില്ലാത്ത അധികാരം കൊടുത്തിട്ടുണ്ട്. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ട് എന്ന് കണ്ടാൽ ആ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ ഇലക്ഷൻ കമ്മീഷന് പവേഴ്സ് ഉണ്ട്. അത് സ്വതന്ത്ര ഏജൻസിയാണ്. അപ്പൊ അധികാരം ഉപയോഗിക്കാനാണെങ്കിൽ പിന്നെ രാഷ്ട്രീയ നേതാക്കളെ അന്യായമായ കസ്റ്റഡിയിൽ വെക്കുന്നത് കൂടാതെ ഇപ്പൊ നേരത്തെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടുകളാണ് ഫ്രീസ് ചെയ്തിരിക്കുന്നത്. അപ്പം അത്തരം കാര്യങ്ങൾ ഇനി അഥവാ അതിലെന്തെങ്കിലും സാങ്കേതിക പ്രശ്നമുണ്ട്, BJP പറയുന്നത് പോലെ എന്തെങ്കിലും ടെക്നിക്കലായി വാലിഡ് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് ആ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തത് എങ്കിൽ പോലും ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് നിഷ്പക്ഷത ലംഘിക്കുന്നു എന്നൊരു ആരോപണം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് മാറ്റിവെക്കാമായിരുന്നു. ഇതിനു മുമ്പുള്ള ഇന്ത്യൻ ഭരണാധികാരികളൊക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും അത്തരം ഒരു അപ്രോച്ചാണ് നടക്കുന്നത്. ഇപ്പോ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് അധികാരത്തിൽ ഇരിക്കുമ്പോൾ റിപ്പബ്ലിക്കൻ ഏതെങ്കിലും നേതാക്കൾക്കെതിരെ ഇത്തരം ഒരു നടപടി ഉണ്ടാവുകയാണെങ്കിൽ അവരിത് മാറ്റിവെക്കും. അപ്പം ഇത്തരം മര്യാദകൾ എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഉണ്ടാവാറുണ്ട്, എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും ഉണ്ടാവാറുണ്ട്. ആ മര്യാദ പാലിക്കപ്പെടുന്നില്ല എന്ന പ്രശ്നത്തിന്റെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത സംശയിക്കപ്പെടുന്നു എന്നതാണ്. അഡ്വക്കേറ്റ് ശ്രീറാം, നോക്കൂ, ഇവിടെ ഉയർത്തപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് എല്ലാവർക്കും തുല്യമായി പങ്കെടുക്കാൻ കഴിയുന്ന ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ല എന്നതാണ്. അങ്ങനെ ഇല്ലാത്ത ഒന്ന് എന്ന് വെച്ചാൽ അത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ചുള്ള അവിശ്വാസം ഉണ്ടാക്കുന്നതാണ്. ആ അവിശ്വാസമായിരിക്കും ഇന്ത്യ എന്ന് പറയുന്ന സ്ട്രക്ചറിനുണ്ടാകുന്ന ഏറ്റവും വലിയ ദുർബലത. ആ പ്രശ്നത്തെ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ടോ ഇപ്പോൾ? നമ്മൾ 1971 ഇലക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ അലഹാബാദ് ഹൈക്കോടതിയുടെ ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷനിൽ അവരുടെ ഒരു ഒഫീഷ്യൽ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി പിന്നീട് രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നിട്ട് ആ ഇലക്ഷൻ ക്യാമ്പയിന്റെ മാനേജറായിരുന്നു, ഭാഗമായിരുന്നു ഒറ്റ കാരണം കൊണ്ട് മാത്രം അലഹാബാദ് ഹൈക്കോടതി അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യുകയും അത് കഴിഞ്ഞ് പിന്നീട് അത് സുപ്രീം കോടതിയിൽ വരികയൊക്കെ ചെയ്ത ചരിത്രമാണ് നമുക്കറിയാം.
അപ്പൊ ഞാൻ പറയാൻ വന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ എത്ര ഒരു ലെവൽ ഓഫ് വിശ്വസ്തതയാണ് ന്യൂട്രാലിറ്റിയുടെ കാര്യത്തിൽ വേണ്ടത്. ആ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാക്കുന്ന കാര്യത്തിലെ സ്റ്റാൻഡേർഡുകൾ എന്താണ് എന്ന് സുപ്രീം കോടതി വിധിന്യായങ്ങൾ അനുസരിച്ചിട്ടും ഇതിനു മുമ്പുള്ള കാലഘട്ടത്തിലെ ഇലക്ഷൻ കമ്മീഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷനായിട്ടുള്ള ശേഷന്റെ ഇടപെടലുകൾ അനുസരിച്ചിട്ടും ഏത് ലെവൽ ഓഫ് സ്റ്റാൻഡേർഡാണ് ഇലക്ഷൻ കമ്മീഷന്റെ ചരിത്രത്തിലുള്ളതെന്നും ഇപ്പോൾ ആ ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ് അവർ കീപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഭരണഘടന നമ്മുടെ ബേസിക് സ്ട്രക്ചർ ആണെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ഭരണഘടന ഡെമോക്രസി നമ്മുടെ ബേസിക് സ്ട്രക്ചർ ആണ് ഭരണഘടനയുടെ എന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ന്യൂട്രാലിറ്റി കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടോ ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യമാണ്. ഇപ്പോൾ ഈ ലെറ്റർ അവർ കൊടുത്തതിൽ കത്തിൽ പറഞ്ഞിട്ടുള്ളത് 10 ഇൻസ്റ്റൻസസ് ജാനുവരി മുതൽ ഇപ്പോൾ മാർച്ച് എത്തിയിട്ടേ ഉള്ളൂ. ഈ സമയത്തിന്റെ ഇടയിൽ ഒരു 10 തവണയെങ്കിലും അന്വേഷണ ഏജൻസികൾ അവരുടെ അധികാരം എക്സ്ട്രാ ആയിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പൊ അത് ആ കാര്യങ്ങൾ അവർ പ്രൂവ് ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ പോലും വളരെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം അതിലെടുത്തിട്ട് അവരുടെ ഇലക്ഷൻ കമ്മീഷന്റെ ഫാക്ട് ഫൈൻഡിങ് ശരിയാണോ അല്ലേ എന്നുള്ളതിനെ പറ്റി ഒരു ഉത്തരം പറയാനോ ഈ അലയൻസിന് ഒരു സാധ്യത ഉണ്ടാവണം എന്നുള്ളതെങ്കിലും അത്രയെങ്കിലും രീതിയിൽ ഇലക്ഷൻ കമ്മീഷൻ ഒരു ഡിസിഷൻ എടുക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. നോക്കുകയാണെങ്കിൽ ഇതിന് എത്രത്തോളം ഒരു സ്റ്റാൻഡേർഡ് ഇലക്ഷൻ കമ്മീഷന് അതിന്റെ ചരിത്രപരമായ നേട്ടങ്ങൾ കൊണ്ടുണ്ട് എന്നുള്ളതും ആ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് അവർ പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു അപ്രോച്ച് അവർക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഡെമോക്രസി കാത്തു സൂക്ഷിക്കാൻ പറ്റുക എന്നുള്ളത്. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ആണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളത് പറയാണ്. കാരണം വളരെ എളുപ്പമാണ് പറയാൻ. ഈ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്, അതെല്ലാം കറപ്ഷനെതിരെയുള്ള അന്വേഷണമാണ്, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ഷൻ അനുസരിച്ചും അതുപോലെ തന്നെ PMLA അനുസരിച്ചിട്ടുള്ള അന്വേഷണങ്ങളാണെന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷെ ഈ അന്വേഷണങ്ങളുടെ ഇടയിൽ ഈ 10 ഇൻസ്റ്റൻസസ് ജാനുവരി മുതൽ ഇപ്പൊ മാർച്ച് വരെയുള്ള സമയത്ത് ഓപ്പോസിഷൻ പാർട്ടികൾക്ക് എതിരെ മാത്രമായിട്ടുണ്ടാവുന്നത് കേവലം യാദൃച്ഛികം മാത്രമാണോ എന്നുള്ളതാണ് ആ കത്തിൽ ചോദിക്കുന്നത്. അതിന് വളരെ കൃത്യമായ ഒരു ഉത്തരം വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ തന്നെ ഒരു ഉത്തരം ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കാതിരിക്കുകയാണെങ്കിൽ അവരുടെ ഒരു വിശ്വസ്തത തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു പോലും പറയേണ്ടി വരും. അനിൽ ബോസ്, ഇതിനകത്ത് നിങ്ങൾ ഒരു സിസ്റ്റത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള മറുപടിയും ഇടപെടലും ഒരു നിഷ്പക്ഷതയൊന്നും പ്രതീക്ഷിക്കുന്നില്ലേ? ഇപ്പോൾ സ്ഥാനാർത്ഥികളോട് സ്വന്തമായി ഫണ്ട് കണ്ടെത്താൻ നിർദ്ദേശിച്ചു എന്ന് കേൾക്കുന്നു, PCCകളോട് സ്വന്തം നിലയ്ക്ക് പണം സമാഹരിക്കേണ്ടി വരും എന്ന് അനൗദ്യോഗികമായി അറിയിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ കോൺഗ്രസിനകത്ത് നിന്ന് പുറത്തു വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫണ്ട് റിലീസ് ചെയ്തിട്ട് പരിപാടി നടക്കില്ല, നിങ്ങൾക്ക് നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ശരിയാമണ്ണുള്ള പരിശോധന ഇലക്ഷൻ കമ്മീഷൻ അടക്കമുള്ള സംവിധാനങ്ങളിൽ നിന്ന് ഉണ്ടാവാനും പോകുന്നില്ല എന്ന നിരാശ നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ? അല്ല, ഇതെല്ലാം പ്രശ്നങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ. ഇപ്പോൾ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മുഖാമുഖം ഏറ്റുമുട്ടുമ്പോൾ ഓഫീസ് പ്രവർത്തനത്തിലാണെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണെങ്കിലും പണം അനിവാര്യമാണ്. അതില്ലായക എന്ന് പറയുന്നത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ബാധിക്കുന്ന ഗുരുതരമായ വിഷയമാണ്. പക്ഷേ നമുക്ക് ഇതിനെ അതിജീവിക്കണ്ടേ? ഒരു രാജ്യത്തെ ഭരണകൂടം ഒരു സാഡിസ്റ്റ് മനോഭാവത്തോടു കൂടി മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെയും വരിഞ്ഞു മുറുക്കി അവർക്ക് മാത്രം ഇവിടെ വിഹരിച്ചാൽ മതി എന്ന ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനം നടത്തുമ്പോൾ നമുക്ക് ഒളിച്ചോടാൻ കഴിയുമോ? ഞങ്ങൾക്ക് ജനങ്ങളോട് ചേർന്ന് നിന്ന് ഇതിനെതിരെ പോരാട്ടം സംഘടിപ്പിക്കാനല്ലേ കഴിയൂ. അതുകൊണ്ട് ഞങ്ങൾ ജനങ്ങളോട് സഹായം തേടും, ജനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഫണ്ട് സമാഹരിക്കാൻ ശ്രമിക്കും. ഞങ്ങളുടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും അഭ്യുദയകാംക്ഷികളുമായിട്ടുള്ള ആളുകൾ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടും. ഇത് രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അല്ലെ രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ്. ഇത് വളരെ ഗൗരവമാണ്. എന്തുകൊണ്ടാണ് പൊതുവേ സൗമ്യനായി ചർച്ചയിൽ സംസാരിക്കുന്ന BJPയുടെ പ്രതിനിധി ഈ ചർച്ചയിൽ വളരെ പൊട്ടിത്തെറിച്ച് രോഷാകുണ്ടാകുന്ന രീതിയിൽ പ്രതികരിക്കേണ്ടി വരുന്നത്? കാരണം ഇവർ ഇന്നലെ വരെ സൃഷ്ടിച്ചെടുത്ത നരേറ്റീവ് പൊളിഞ്ഞെടുക്കുകയാണ്. ഓരോ ദിവസവും 400 ഞങ്ങൾ പിടിക്കും, 400 പോയിട്ട് 300 പോയിട്ട് 250 പോയിട്ട് 230 പോലും പിടിക്കാത്ത രാഷ്ട്രീയം ഇവിടെ ഉയർന്നു വന്നു എന്ന യാഥാർത്ഥ്യം ഇവരെ വിരളി പിടിപ്പിച്ചിരിക്കുന്നു. നിഷാദെ, ഓരോ സ്റ്റേറ്റിലെയും ഞാൻ കണക്ക് വെച്ച് സംസാരിക്കാൻ തയ്യാറാണ്. പാർലമെൻറ്റ് മണ്ഡലങ്ങളുടെ എണ്ണം വെച്ച് അവിടുത്തെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് ഞാൻ സംസാരിക്കാൻ തയ്യാറാണ്. വളരെ കൃത്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഡൽഹി, ഇതിനു മുമ്പും ഞാൻ ചർച്ചയിൽ പറഞ്ഞു, ഡൽഹി, ഹരിയാന, അതുപോലെ മധ്യപ്രദേശ്, രാജസ്ഥാൻ, കർണാടക, തെലങ്കാന, മഹാരാഷ്ട്ര, ബീഹാർ, ഇത്രയും സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ട് BJPയും NDA സഖ്യവും തകർന്നടിയാൻ പോവാണ്. ഇവരെത്രയൊക്കെ പൂട്ടിട്ട് ഞങ്ങളെ അങ്ങ് അടിച്ചമർത്തി കളയാം എന്ന് വിചാരിച്ചാലും ജനങ്ങൾ വളരെ രോഷാകുലരാണ് ഈ ഗവൺമെന്റ് നടപടികൾക്കെതിരെ, ഇവർ ചെയ്യുന്ന ഈ ധിക്കാര പ്രവർത്തനങ്ങൾക്കെതിരെ. സമീപ ദിവസങ്ങളിൽ ഇലക്ഷൻ നടന്ന മധ്യപ്രദേശിൽ നിങ്ങൾ അമ്പയെ പരാജയപ്പെട്ടു പോയ മധ്യപ്രദേശിൽ രാജസ്ഥാന്റെ കാര്യമാണ് അനിൽ ബോസ് പറയുന്നത്. 931 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ചയിലും പറഞ്ഞു,
നിയമസഭാ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പാണ് നടന്നത്. അതിൽ 409 സീറ്റിൽ നേർക്ക് നേർ BJP-യോട് മത്സരിച്ച് ജയിച്ച പാർട്ടിയാണ്. ഞങ്ങളെക്കാൾ 10-30 സീറ്റ് കൂടുതൽ BJP കൊണ്ടുവന്ന് ഞാൻ അംഗീകരിച്ചതാണ്. പക്ഷേ ശതമാനം എടുത്ത് നോക്കൂ, വോട്ടിംഗ് പെർസെൻറ്റേജ് നോക്കൂ. ഞങ്ങൾക്ക് കിട്ടിയ ശതമാനത്തേക്കാൾ 10% വോട്ട് കുറവാണ് BJP-ക്ക്. ഇത് ദേശീയ തെരഞ്ഞെടുപ്പാണെന്ന്, ദേശീയ തലത്തിൽ നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 28 സീറ്റിൽ 1 സീറ്റ് മാത്രമുള്ള കർണാടകയിൽ ഞങ്ങൾ അങ്ങ് 0 ആയി പോകുമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞങ്ങൾക്ക് ഒരു MP മാത്രമുണ്ടായിരുന്ന തെലങ്കാനയിൽ ഞങ്ങൾ ഇന്ന് ഗവൺമെൻറ് പിടിച്ച് 3 MLA-മാരിൽ നിന്നൊരു ഗവൺമെൻറ് പിടിച്ചിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അവിടെ 10 സീറ്റ് പിടിക്കത്തില്ല എന്ന് തർക്കമുണ്ടോ നിഷാദിന്? ഇതിനു മുമ്പ് ഞാൻ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ NCP-യും കോൺഗ്രസും സെപ്പറേറ്റ് മത്സരിക്കുകയും ശിവസേന BJP-യുടെ സഖ്യകക്ഷിയായി മത്സരിക്കുകയും ചെയ്ത തെരഞ്ഞെടുപ്പാണ് മഹാരാഷ്ട്രയിലേത്. നിങ്ങൾക്ക് ഞാൻ ബെറ്റ് വെക്കാൻ തയ്യാറാണ് നിഷാദ്, ഇവർക്ക് അവിടെ നിലം തൊടാൻ കഴിയില്ല. 20-25 സീറ്റിന് മുകളിൽ മഹാഭൂരിപക്ഷം സീറ്റുകളുമായി മഹാഗാഡി സഖ്യം അവിടെ വരാൻ പോവാണ്. വളരെ കൃത്യമായി വ്യക്തമായിട്ടാണ് ഞാൻ ഈ ചർച്ചയിൽ സംസാരിക്കുന്നത്. കേട്ടില്ല? NCP ഒരു വിഭാഗമേ ഉള്ളൂ നിങ്ങളുടെ കൂടെ എന്ന് പറയാം. അല്ല, NCP ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ അജിത് പവാർ എന്താണെന്നും ശരത് പവാർ എന്താണെന്നും മഹാരാഷ്ട്രക്കാർക്ക് നല്ല ബോധ്യമുണ്ടെന്നേ. ഏകനാഥ് അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെ എന്താണെന്നൊക്കെ നല്ല ബോധ്യം മഹാരാഷ്ട്രയിലെ ജനങ്ങൾക്കുണ്ട്. വളരെ കൃത്യമായ അഴിമതി രാഷ്ട്രീയത്തെക്കുറിച്ച് ആ ഗവൺമെൻറ്റിനെ, ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനെ, ഒരു മുന്നണി സംവിധാനത്തിൽ ഭൂരിപക്ഷം ഉണ്ടായിട്ടും ആ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ ഇപ്പോഴും ഈ ചർച്ച നടക്കുന്ന സന്ദർഭത്തിൽ പോലും ഒരു സമ്പൂർണ്ണ ക്യാബിനറ്റിനെ മഹാരാഷ്ട്ര സംസ്ഥാനം പോലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക തലസ്ഥാനമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് സമ്പൂർണ്ണമായ ഒരു ക്യാബിനറ്റ് ഉണ്ടാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇവർ കയ്യൂക്കൊള്ളവൻ കാര്യക്കാരൻ എന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെങ്കിൽ അവിടെ മന്ത്രിമാരെ വിന്യസിപ്പിക്കണ്ടേ? മന്ത്രിമാർ വേണ്ടേ? എത്ര മന്ത്രിമാരെ ഇവർ പ്രഖ്യാപിച്ചു? ഒരു സ്പീക്കറും മുഖ്യമന്ത്രിയും 1-2 മന്ത്രിമാരും മതിയോ ഭരിക്കാൻ? ഇതുവരെ ഒരു സമ്പൂർണ്ണ ക്യാബിനറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് മഹാരാഷ്ട്രയിലെ ജനങ്ങളോട് ഇവർക്ക് പറയാനുള്ളത്? അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുള്ളൊരു ജനതയുണ്ട് ഇവിടെ. ആ ജനത പ്രതികരിക്കും വളരെ കൃത്യമായി. ഹരിയാന അടക്കം, അത് ഞാൻ സംസ്ഥാനങ്ങൾ എടുത്തു പറയുന്നത്, ഹരിയാന, ഡൽഹി, ബീഹാർ, മഹാരാഷ്ട്ര, തെലങ്കാന, കർണാടക അടക്കം, ഞാൻ കേരളവും തമിഴ്നാടും ഒക്കെ പറയാത്തത് അവിടെ BJP എന്തുമാത്രം പിടിമുറുക്കിയാലും അതിനെ മറികടന്ന് വരാൻ തക്കവണ്ണമുള്ള ജനഹിതമൊപ്പം ഉണ്ടെന്നുള്ളത് അതിനെ അതിജീവിക്കും. ഇന്ത്യ സഖ്യം ഒരു സെക്കൻഡ് നിഷാദ്, ഒരു സെക്കൻഡ്. ഇന്ത്യ സഖ്യം 300+ ആണ്. ഇന്ത്യ സഖ്യം 300+ ആണ്. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഇന്ത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ 300+ ആണ്. ഇവർ എന്തെല്ലാം ഇലക്ട്രോണിക് മിഷനിൽ തിരിമറി കാണിച്ചാലും സാമ്പത്തികമായി ഞങ്ങളെ പൂട്ടാൻ ശ്രമിച്ചാലും ഇന്ത്യ സഖ്യം 300+. നമുക്ക് ജൂൺ 4-ന് നമുക്ക് ചർച്ച ചെയ്യാം. ശരി ശ്രീ കൃഷ്ണദാസ്, സത്യത്തിൽ നിങ്ങളെ ഒരു ഭയം പിടികൂടിയിട്ടുണ്ടോ ഈ അസാധാരണമായ അതിക്രിയകൾ ചെയ്യുന്നുണ്ട് ചോദിക്കുക? നിഷാദെ, ശ്രീ അനിൽ ബോസിന്റെയൊക്കെ ഈ വർത്തമാനം പറയാനുള്ള ശക്തി കൂടുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ കിട്ടാൻ പോകുന്ന സീറ്റുകൾ അദ്ദേഹം പറഞ്ഞ 30-ൽ നിന്ന് 300-ൽ നിന്നൊരു 0 വെട്ടി 30 ആക്കുന്നതാണ് അദ്ദേഹത്തിന് ആശ്വസിക്കാൻ ഇപ്പോഴേ തന്നെ നല്ലത്. ഇല്ലെങ്കിൽ നമ്മളൊരു കിട്ടാത്തത് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ കൂടുതൽ നുണകൾ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമല്ലോ. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വരുമ്പോ BJP-ക്കെതിരായി പറയുന്ന ഇപ്പോഴത്തെ നുണകളുണ്ടല്ലോ, ആം ആദ്മി പാർട്ടിക്കാരും കോൺഗ്രസ്സുകാരും. ഇപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട അഭിഭാഷകൻ അദ്ദേഹം പറയുകയാണ്, ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ സകൂതം ശ്രദ്ധിക്കുകയായിരുന്നു. അദ്ദേഹം എന്താ പറയുന്നത്? നമ്മുടെ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ കേസുകൾ എടുത്ത് റിമാൻഡിൽ പാർപ്പിച്ചിരിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് അവരെല്ലാം ജയിലിൽ നിന്ന് പുറത്തുവിടണം എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ എനിക്ക് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഭരണഘടനാപരമായി കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് നടപടികൾ സ്വീകരിക്കണം ഈ കേസുകളിലെല്ലാം, 10 ആവശ്യങ്ങളിലെല്ലാം എന്ന് പറഞ്ഞാൽ ജയിലിൽ കിടക്കുന്ന ആളുകളെ പുറത്തുവിടണമെന്നാണ് പറയുന്നത്. ഏത് കേസിന്റെ കാര്യത്തിൽ? ക്രിമിനൽ കേസുകൾ പെട്ടിട്ടുള്ള കാര്യത്തിൽ. അപ്പൊ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ മുഴുവൻ തന്നെ അട്ടിമറിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ആ പ്രവർത്തിക്കുന്ന ആളുകൾ ഇപ്പോൾ ധൈര്യത്തോടു കൂടി പുറത്തു വന്നിട്ട് ഞങ്ങൾ ഇനിയും അട്ടിമറിക്കും. ഈ അടിയന്തരാവസ്ഥ കാലത്ത് 19 മാസക്കാലം ഈ രാജ്യത്തെ ജനാധിപത്യത്തെ മുഴുവൻ കശാപ്പ് ചെയ്ത ആളുകളാണ് പറയുന്നത്. പിന്നെ കഴിഞ്ഞ 5 അസംബ്ലികളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് എന്തായിരുന്നു റിസൾട്ട്? ഈ പറയുന്നുണ്ടല്ലോ, ശ്രീ അനിൽ ബോസ് പറഞ്ഞല്ലോ, കർണാടക ഞങ്ങൾ പിടിക്കും, തെലങ്കാന ഞങ്ങൾ പിടിക്കും. ഒരു സീറ്റും കിട്ടാൻ പോകുന്നില്ല ശ്രീ അനിൽ ബോസ്. ഈ സംസ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് ഒരു സീറ്റും കിട്ടാൻ പോകുന്നില്ല. ഇനി കേരളത്തിൽ നിങ്ങളുടെ സ്ഥിതി എന്താവുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? കേരളത്തിൽ നിങ്ങൾക്ക് 2 അക്കം കിടക്കുന്ന ഒരു സീറ്റ് പിടിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ജൂൺ 4-ന് ശേഷം കാണാം അനിൽ ബോസ്. നമ്മൾ ചർച്ചകളിൽ ഉണ്ടല്ലോ.
നമുക്ക് കാണാം കേരളത്തിൽ നിങ്ങൾക്ക് എത്ര സീറ്റ് കിട്ടും എന്നുള്ളത്. നിങ്ങൾക്ക് ഒരു 5ഓ 6ഓ സീറ്റിൽ കൂടുതൽ നിങ്ങൾക്ക് കേരളത്തിൽ 19 നിന്ന് നേടാൻ കഴിഞ്ഞാൽ നമുക്ക് ജൂൺ 4-ന് ശേഷം കാണാം നിങ്ങൾക്ക് എത്ര കിട്ടും എന്നുള്ളത്. അപ്പൊ ജനാധിപത്യത്തിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം വെക്കാം. ജനാധിപത്യത്തിൽ ജൂൺ നിങ്ങൾക്ക് 4-ന് എന്തും കാണാനുള്ള പറയാം. കണക്കിൽ എന്താണ് കേരളത്തിൽ ഇന്ത്യ സഖ്യത്തിന് എത്ര കിട്ടുമെന്നാണ്? അല്ലല്ല നിഷാദേ, കോൺഗ്രസ് 5 ഒരു സീറ്റ് മിനിറ്റ് തേക്കട്ടെ തരണേ, ആദ്യം. ഒരു 5 സെക്കൻഡ് സീറ്റ് തരണേ. തേക്കട്ടെ കേരളത്തിൽ. 5 സീറ്റ് കേരളത്തിൽ കോൺഗ്രസുകാർ ജയിച്ചു വരട്ടെ ജൂൺ 4-ാം തീയതി വരുമ്പോ. ഈ കേരളത്തിൽ ബി.ജെ.പിക്ക് ഭരണമില്ലല്ലോ, ബി.ജെ.പിക്ക് സംവിധാനങ്ങളില്ലല്ലോ, ഇന്ത്യ സഖ്യം തന്നെയാണല്ലോ കൈകാര്യം ചെയ്യുന്നത്. 5 സീറ്റ് എന്ന് പറയുന്ന കോൺഗ്രസുകാർ ജയിച്ചു വരട്ടെ, അപ്പൊ നമുക്ക് നോക്കാം, ജൂൺ 4-ന് ശേഷം നോക്കാം. ശരി അല്ല വലിയ നിഷാദേ, ഈ കൃഷ്ണദാസ് പറഞ്ഞതിന് മറുപടി ഞാൻ പറയാണ്. കൃഷ്ണദാസ് പറഞ്ഞതിന് മറുപടി പറയാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു സീറ്റിലെങ്കിലും 20 ഞങ്ങൾ ജയിക്കും, ഏതെങ്കിലും ഒരു സീറ്റിലെങ്കിലും ഞങ്ങൾ പരാജയപ്പെടും എന്ന് BJP പ്രതിനിധിക്ക് ഇവിടെ ധാർഷ്ട്യത്തോടു കൂടി പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ, കേസില്ലാത്ത കേസുണ്ടാക്കി ഇന്ത്യയിലെ പല മുഖ്യമന്ത്രിമാരെയും രാഷ്ട്രീയ നേതാക്കളെയും പ്രതിപക്ഷ പാർട്ടി നേതാക്കളെയും അറസ്റ്റ് ചെയ്യുന്ന, അതിനുവേണ്ടി കയ്യാമം വയ്ക്കാൻ ശ്രമിക്കുന്ന BJP കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ വിരലനക്കാത്തത് ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ സാക്ഷ്യപത്രമാണ്. ആ കോൺഫിഡൻസിൽ നിന്നുകൊണ്ടാണ് BJP-യും CPM-ഉം തമ്മിൽ ഒത്തുതീർപ്പുണ്ടാക്കാതെ ഒരു സീറ്റിൽ പോലും ഇവർക്ക് രണ്ടാമതോ ഒന്നാമതോ ജൂൺ 4-ന് നോക്കാം. അല്ല ശ്രീറാം ഒരു കാര്യം ഞാൻ ചോദിക്കുന്നത്, ആളുകള് ഇതിപ്പോ കോൺഗ്രസ് ഒരു പ്രശ്നം ഉന്നയിക്കുന്നുണ്ട്, കോൺഗ്രസിന്റെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ള പ്രശ്നം. അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടി ഞങ്ങൾ വേട്ടയാടപ്പെടുന്നുള്ള പ്രശ്നം ഉന്നയിക്കുന്നു. അതൊരു സീരിയസ് ആയിട്ടുള്ള ഡിബേറ്റ് ആണ്. ആ ഡിബേറ്റ് തെരഞ്ഞെടുപ്പിൽ എന്തുമാത്രം സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒന്നാണ്. നോക്കൂ, നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പോലെയുള്ള ഒരു ഹെൽത്തി ഇലക്ഷൻ അല്ലല്ലോ നടക്കുന്നത് എന്നത് വോട്ടേഴ്സിനെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു വിഷയമാണോ? അതോ മോദിജി, നരേന്ദ്രഭായ് ഇത് അഴിമതിക്കാരെ വേട്ടയാടുന്നു എന്ന നെറേറ്റീവാണോ ഇന്ത്യയിൽ പൊതുവെ അവർക്ക് പടർത്താൻ കഴിഞ്ഞിട്ടുള്ളത്? അതോ സംഗതി മറിച്ചാണോ? എന്താണ് താങ്കൾക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണ്? നിഷാദ്, ഒരു നിമിഷം ഞാൻ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് പറഞ്ഞതിൽ ഒരു ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരിക്കലും പറയുന്നില്ല ഇവർക്കെല്ലാം ജാമ്യം കൊടുക്കണമെന്നുള്ളത്. ഒരു 10 ഇൻസ്റ്റൻസുകളാണ് ഈ ഇന്ത്യ അലയൻസ് പറയുന്നത്. അതായത് ഈ ജാനുവരി മുതൽ ഈ സമയം വരെ ഇനിയുള്ള എന്ത് നടക്കുന്നുള്ള അവർക്ക് അറിയാനും പറ്റുന്നില്ല. അറസ്റ്റുകളായിട്ടുള്ള രീതിയിലാണെങ്കിലോ അല്ലെങ്കിൽ റെയ്ഡുകളായിട്ടുള്ള രീതിയിലാണെങ്കിലോ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്ന രീതിയിലാണെങ്കിലോ ഇതിലെല്ലാം അസ്വാഭാവികതയുണ്ട്. അതായത് ഇത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്നില്ല എന്നോ അല്ലെങ്കിൽ ഈ സമയത്ത് ഈ രീതിയിലുള്ള ഒരു അക്കൗണ്ട് ഫ്രീസിങ് എന്നുള്ള പോലൊരു നിലപാട് വേണമെന്നില്ല എന്നെല്ലാം പറയുന്ന രീതിയിൽ ഒരു ചോദ്യം ഉന്നയിക്കുന്ന ഇന്ത്യ അലയൻസിനോട് ഒരു ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ഞാനൊരിക്കലും പറയുന്നില്ല അത് അവർക്ക് ജാമ്യം കൊടുക്കണമെന്നോ. നിഷാദ്, ഞാൻ ശ്രീറാമിനോട് ചോദ്യം ചോദിച്ചോട്ടെ? തീർച്ചയായിട്ടും. ഞാൻ അതിനു മുമ്പ് നിഷാദിന്റെ ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. ഞാൻ നിഷാദിന്റെ ചോദ്യത്തിനോട് ഉത്തരം പറഞ്ഞതിന് ശേഷം ഞാൻ പറയുന്നത്, നിഷാദ് പറയുന്നതിന് ഉത്തരം നിഷാദ് ചോദിച്ച ചോദ്യത്തിന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ കമ്മീഷന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഇൻസ്റ്റൻസുകൾ ഉണ്ടാവുമ്പോൾ അത് പ്രതിപക്ഷത്തിന് മാത്രമാണ് ഉണ്ടാവുന്നതെന്ന് പ്രതിപക്ഷം പ്രത്യേകമായിട്ട് കത്തുകൾ രൂപാന്തരം പറയുമ്പോൾ അതിനൊരു ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനും ഏതൊരു ഫോറം, ഒരു പോലീസ് സ്റ്റേഷൻ തൊട്ട് സുപ്രീം കോടതി വരെയുള്ള ഒരു ഫോറം, നമ്മളൊരു ചോദ്യം ഉന്നയിക്കുമ്പോൾ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവർ ചെയ്യേണ്ടത്. ആ അഡ്രസ്സ് ചെയ്യുന്നത് പ്രോപ്പർ ആവുമ്പോൾ തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ ഒരു ഉത്തരവാദിത്തം അവർ ചെയ്തിട്ടുള്ളതാണ്. അതിൽ കവിഞ്ഞ് നമുക്ക് പറയാനുള്ളതെല്ലാം രാഷ്ട്രീയപരമായ തർക്കങ്ങളാണ്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഭരണഘടനാപരമായി അല്ല, ശ്രീ ഷൈബു മഠത്തിൽ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിൽ സത്യത്തിൽ അതിന്റെ ഫ്യൂസ് പോയി എന്നുള്ള അവസ്ഥയുണ്ട്. കാരണം അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന അതിന്റെ സ്ഥാപക നേതാവ്, തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ, ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ ആൻഡ് പോപ്പുലർ ലീഡർ, അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവില്ല എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. കാരണം BJP ആണ് അപ്പുറത്ത് കുരുക്ക് മുറുക്കുന്നത്. മനീഷ് സിസോദിയ, ഇനിയും ചിലപ്പോൾ നിങ്ങളുടെ സംവിധാനങ്ങളെ ദുർബലപ്പെടുത്താൻ പല പണികളുണ്ടാവും. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ ഒരു അടി ഏറ്റു നിൽക്കുകയാണോ? നിഷാദ്, ഒരു അടിയേറ്റ് നിൽക്കുകയാണ്. പക്ഷെ അത് അപ്രതീക്ഷിതമല്ല. ഞങ്ങള് ഇത്ര ഒരു സാഹചര്യത്തിന് വേണ്ടി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ തീർച്ചയായും അരവിന്ദ് കെജ്രിവാൾ എന്ന ഫാക്ടറിനെയാണ് BJP ഭയപ്പെടുന്നത്. അതുകൊണ്ടാണ് BJP അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലിടുന്നത്. അദ്ദേഹം ഉറപ്പായിട്ടും ജൂൺ മാസം കഴിഞ്ഞേ പുറത്തിറങ്ങുകയുള്ളൂ. അദ്ദേഹത്തെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്
ഈ കേസിൽ ജാമ്യം കിട്ടിയാലും 28-ാം തീയതി ജാമ്യം കിട്ടിയാലും CBI വേറെ കേസ് ഒരുക്കുന്നുണ്ട്. മറ്റൊരു കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും. ആ സൈക്കിൾ തുടർന്നുകൊണ്ട് പോയി അത് ജൂൺ മാസം വരെ അങ്ങനെ തന്നെ കൊണ്ടുപോകാനാണ് സാധ്യത. അതുമാത്രമല്ല, ഇതിന്റെ കൂടെ അദ്ദേഹം ജയിലിൽ കിടന്ന് ഭരിക്കുന്നു എന്ന് പറഞ്ഞൊരു ചർച്ച ഡൽഹിയിൽ വന്നിട്ടുണ്ട്. അതിന്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ സർക്കാരിനെ പിരിച്ചുവിടുക എന്നുള്ളതാണ്. അടുത്ത മാസത്തോടെ അത് സംഭവിക്കുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ സർക്കാരിനെ പിരിച്ചുവിട്ടിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തും. സർക്കാർ ഇനാക്റ്റീവ് ആണ് എന്നൊരു നറേറ്റീവ് കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഡൽഹിയിൽ സംഭവിക്കും. അത് ഞങ്ങൾക്കത് ഉറപ്പാണ്. തീർച്ചയായും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് കെജ്രിവാളിന്റെ അസാന്നിധ്യം ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷെ ഞങ്ങളത് നേരിടും. തീർച്ചയായും ജനാധിപത്യപരമായി അതിനെ നേരിടും. എന്റെ സമയം ഒന്ന് കടന്നുപോയാണ് ഞാൻ ഇവിടെയാണ്. താങ്ക് യു ഷൈബു. എന്തായാലും എന്ത് നോക്കാം, ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്നത് രാജ്യം ആഗ്രഹിക്കുന്ന കാര്യമാണ്. അത് ഈ നാട്ടിൽ ഇല്ല എന്ന ക്വസ്റ്റ്യൻ ഉയർന്നു വരുന്നത് അപകടകരമായ സംഗതിയാണ്. താങ്ക് യു അനിൽ ബോസ്, കൃഷ്ണദാസ്, ശ്രീറാം, ഒപ്പം തന്നെ ഷൈബു.